നമസ്തേ. ജനൻ ഡിബേറ്റിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. കഴിഞ്ഞ 10 വർഷം കണ്ടത് ട്രെയിലർ. ഇനി വരാൻ പോകുന്നതാണ് യഥാർത്ഥ വികസിത ഭാരതം. ഇതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും BJP നേതൃത്വവും ഒക്കെ തികഞ്ഞ ആത്മവിശ്വാസത്തോടെ തിരഞ്ഞെടുപ്പിന് മുന്നിൽ വയ്ക്കുന്ന പ്രധാനപ്പെട്ട മുദ്രാവാക്യം. 400-ലധികം സീറ്റുകൾ എന്ന പ്രഖ്യാപനവുമായി തികഞ്ഞ ആത്മവിശ്വാസത്തിൽ തെരഞ്ഞെടുപ്പ് ഗോതയിലിറങ്ങുന്ന BJPക്ക് ഉയർത്തിക്കാട്ടാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ പറഞ്ഞതുപോലെ ചെയ്യുന്നത് മാത്രം പറയുന്നൊരു ചരിത്രമുണ്ട്. BJP രൂപീകൃതമായ സമയം മുതൽ നേരിടുന്ന തെരഞ്ഞെടുപ്പിലെ പ്രഖ്യാപിത നയമായ അയോധ്യയിലെ രാമക്ഷേത്രവും ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി ഒഴിവാക്കിയതുമെല്ലാം യാഥാർത്ഥ്യമായി അങ്ങനെ കൺമുൻപിൽ നിൽക്കുമ്പോൾ മോദിയുടെ ഗ്യാരണ്ടി പത്രികയിൽ സാധാരണക്കാരെയും കർഷകരെയും സ്ത്രീകളെയും യുവാക്കളെയും ഒക്കെ ഒപ്പം ചേർത്ത് മുന്നോട്ട് പോകാൻ രാജ്യത്തിൻ്റെ ദിശാസൂചകമാണോ BJPയുടെ പ്രകടന പത്രിക? ഇതാണ് ജനൻ ഡിബേറ്റ് ഇന്ന് പരിശോധിക്കുന്നത്. ചർച്ച ചെയ്യുന്ന ഇന്നത്തെ ചർച്ചയിൽ അതിഥികളായി BJP പ്രതിനിധിയായി സന്ദീപ് ജി വാര്യർ, ഒപ്പം പ്രൊഫസർ റോണി കെ ബേബി കോൺഗ്രസ് പ്രതിനിധിയായി, ഒപ്പം ഇടനിരീക്ഷകൻ ഡോക്ടർ B ജയരാജ് എന്നിവരെയാണ് ചർച്ചയിൽ പ്രധാനമായും പ്രതീക്ഷിക്കുന്നത്. ഈ ചർച്ച ഞാൻ നേരത്തെ തുടങ്ങാൻ ആഗ്രഹിച്ചത് സന്ദീപ് ജി വാര്യരിൽ നിന്നാണ്. എന്നാൽ അതിനു മുൻപ് ശ്രീ പ്രൊഫസർ റോണി കെ ബേബിയിൽ നിന്ന് അറിയേണ്ടിയിരിക്കുന്നു, കോൺഗ്രസ് പ്രതിപക്ഷ പാർട്ടികൾ ഈ BJPയുടെ ഈ പ്രകടന പത്രിക എങ്ങനെയാണ് പ്രധാനമായും നോക്കിക്കാണുന്നത്? BJPയുടെ 2024 തെരഞ്ഞെടുപ്പിലുള്ള പ്രകടന പത്രിക സങ്കല്പ പത്ര ഇന്ന് പ്രസിദ്ധീകരിച്ചിരിക്കുക. ഇപ്പോൾ നമ്മൾ അതിലേക്ക് ഒന്ന് ഓടിച്ചു നോക്കുമ്പോൾ, അതിലെ വാഗ്ദാനങ്ങളൊക്കെ ഒന്ന് ഓടിച്ചു നോക്കുമ്പോൾ, കഴിഞ്ഞ 10 വർഷം ഈ രാജ്യത്ത് എന്ത് നേട്ടമാണ് കൈവരിച്ചത് എന്നൊന്നും അതിനെക്കുറിച്ച് ഒരു സൂചനയില്ല. ഇപ്പൊ പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങളിലേക്ക് നമ്മൾ ഓടിപ്പോയി കഴിഞ്ഞാൽ, ഒന്ന് പ്രധാനമായിട്ടും പറഞ്ഞിരിക്കുന്നത്, അടുത്ത 5 വർഷത്തിന് 2026 ആവുമ്പോഴത്തേക്കും ഇന്ത്യയിൽ 2 കോടി ആളുകൾക്ക് പുതിയതായി പ്രധാനമന്ത്രി ഗ്രാമീണ ആവാസ് യോജന പ്രകാരം വീടുകൾ നൽകും. ഞാനപ്പോൾ അതിന്റെ ഒരു ചരിത്രമൊക്കെ, ഈ പ്രധാനമന്ത്രി ആവാസ് യോജനയുടെ ചരിത്രമൊക്കെ ഒന്ന് പരിശോധിച്ചപ്പോൾ 2016 മോദി ഭരണകൂടം തന്നെ വാഗ്ദാനം നൽകിയതാണ് 2022 ആവുമ്പോൾ ഇന്ത്യയില് വീടുകളില്ലാത്ത ഒരു പാവപ്പെട്ട ഒരാൾ പോലും അവശേഷിക്കില്ലായിരുന്നു. അപ്പോൾ 2022 കഴിഞ്ഞ് നമ്മളിപ്പോൾ 2024 അപ്പോൾ ഈ 2024 നമ്മൾ എത്തി നിൽക്കുമ്പോഴും വീണ്ടും ഇപ്പോൾ ഈ രാജ്യത്തെ 2 കോടി ആളുകൾക്ക് വീണ്ടും ഈ പറയുന്ന വീടുകൾ ഇല്ലാതെയാണോ ഇപ്പോൾ നിലനിൽക്കുന്നത്? ഇപ്പോൾ ഈ കഴിഞ്ഞ 10 വർഷം അല്ലെങ്കിൽ 2016 ഈ മോദി ഭരണകൂടം നൽകിയ വാഗ്ദാനമൊക്കെ പാലിക്കപ്പെടാതെ പോയത് എന്തുകൊണ്ടാണ് എന്ന ഒരു സാമാന്യ സംശയം ഇത് വായിക്കുന്ന ഒരാൾക്ക് തോന്നിപ്പോകും. രണ്ടാമത് പ്രധാനമായിട്ട് നമുക്ക് ഇത് ഈ പറയുന്ന പ്രധാനമന്ത്രി ഈ ഗ്രാമീണ ആവാസ് യോജന എന്നൊക്കെ പറയുന്നത് 1985 കൊണ്ടുവന്ന ഇന്ദിരാഗാന്ധി ഇന്ദിരാ ആവാസ് യോജന, അതിന്റെ ഒരു പേരുമാറ്റം മാത്രമാണ്. അപ്പൊ ഞാൻ ഒന്നത് ചൂണ്ടിക്കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മൾ 2, ഇന്ന് രാജ്യം നേരിടുന്ന വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ, ഇന്ന് ഇപ്പൊ നമ്മുടെ ഇൻട്രോയിൽ തന്നെ ബഹുമാനപ്പെട്ട സുഹൃത്ത് പറഞ്ഞതുപോലെ, നമ്മുടെ അവതാരകൻ പറഞ്ഞതുപോലെ തന്നെ, ഇത് യുവാക്കള്, സ്ത്രീകള്, കർഷകര്, അവരുടെയൊക്കെ ഇന്ന് അവർ നേരിടുന്ന വിഷയങ്ങൾ അഡ്രസ് ചെയ്യുവാനുള്ള എന്തെങ്കിലും ഒരു നിർദ്ദേശങ്ങൾ ഈ പ്രകടന പത്രികയിലുണ്ടോ? ഒന്ന് നമുക്കറിയാം. ഇപ്പോൾ BJP അതിനോട് എത്രമാത്രം യോജിക്കുമെന്ന് എനിക്കറിയില്ല. രാജ്യം നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായി കഴിഞ്ഞ ദിവസം ലോക് നീതി CSDS എന്ന് പറഞ്ഞാൽ ഒരു രാഷ്ട്രീയമായി ഒരു ബയാസ്ഡ് അല്ലാത്ത ഒരു സംഘടനയാണ്, സെന്റർ ഫോർ ദ സ്റ്റഡി ഓഫ് ഡെവലപ്പിംഗ് സൊസൈറ്റീസ്. സർവേയിൽ വളരെ കൃത്യമായി തന്നെ 79% ആളുകളും ചൂണ്ടിക്കാട്ടിയത് ഇന്ന് രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത് അൺഎംപ്ലോയ്മെന്റ് ആണ്, തൊഴിലില്ലായ്മയാണ്. ഇതിനെ ശരിവെക്കുന്ന റിപ്പോർട്ടുകൾ നീതി ആയോഗും തൊഴിൽ മന്ത്രാലയവും ഒക്കെ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് പ്രസിദ്ധീകരിക്കുകയുണ്ടായി. ഇപ്പോൾ ഈ രാജ്യത്തെ ഇന്ന് നമുക്കറിയാം 30 ലക്ഷത്തോളം, ഈ പറയുന്ന 10 ലക്ഷത്തിൽ പരമാണ് കേന്ദ്ര സർക്കാരിന്റെ തന്നെ ഈ പറയുന്ന ജോലികൾ അല്ലെങ്കിൽ തസ്തികകൾ ഫില്ല് ചെയ്ത് നിൽക്കുന്നത്. ഇപ്പോൾ ഈ രാജ്യം നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായിട്ടുള്ള തൊഴിലില്ലായ്മ അഡ്രസ് ചെയ്യുന്നതിന് എന്തെങ്കിലും നിർദ്ദേശം ഈ പ്രകടന പത്രികയിൽ മുന്നോട്ട് വെച്ചതായി കാണുന്നില്ല. രണ്ടാമത്തെ എന്ന് പറയുന്നത്, നമുക്കറിയാം ഇന്ന് നമ്മുടെ രാജ്യം നേരിടുന്ന മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് വലിയ കർഷക പ്രക്ഷോഭമാണ്. ഇപ്പോൾ BJP വേണേൽ പറയും അതൊരു വലിയ അജണ്ടയുടെ ഭാഗമാണെന്നൊക്കെ പറയും. പോലും ആ കർഷക സംഘടനകൾ ഉന്നയിക്കുന്ന ആവശ്യം എന്താ? മിനിമം സപ്പോർട്ട് പ്രൈസ്, 22ഓളം കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് മിനിമം സപ്പോർട്ട് പ്രൈസ്, ലീഗൽ ഗ്യാരണ്ടി നൽകണം, നിയമപരമായ പരിരക്ഷ നൽകണം. കേന്ദ്ര സർക്കാർ പറയുന്നത് എന്താണ്? 1,52,000 കോടി രൂപയാകും അവയ്ക്ക് നിയമപരമായി ഗ്യാരണ്ടി നൽകിയാൽ. അതുകൊണ്ട് അവർ കഴിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ കർഷകരുടെ അൺട്രസ്റ്റ്, ഈ കർഷകരുടെ അസ്വസ്ഥത, ആ പറയുന്നത് എന്താ? കിസാൻ സമ്മാൻ ആ പദ്ധതി മാത്രം ഞങ്ങൾ തുടരും എന്ന് പറയുന്നതല്ലാതെ ഈ കർഷകർ നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. 2014 മോദി അധികാരത്തിൽ വന്നപ്പോൾ മോദിയുടെ ഗ്യാരണ്ടി അന്നും ഉണ്ടായിരുന്നു. അന്ന് മോദി പറഞ്ഞ പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങളിൽ ഒന്ന് കർഷക വരുമാനം ഇരട്ടിയാക്കുമെന്ന്.
പക്ഷെ 10 വർഷം കഴിഞ്ഞിട്ടും നമുക്ക് ആ കർഷകരുടെ വരുമാനം ഇരട്ടിയാക്കാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, ഈ പുതിയ പ്രകടന പത്രികയിൽ, ഈ സങ്കല്പ പത്രികയിൽ ഈ കർഷക ക്ഷേമത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പുതിയ നിർദ്ദേശവും മുന്നോട്ട് വയ്ക്കുവാനായിട്ട് കഴിഞ്ഞിട്ടില്ല. മറ്റൊരു വിഷയം എന്ന് പറയുന്നത് ഇൻഫ്ലേഷൻ, വിലക്കയറ്റം. ഇന്ന് നമ്മുടെ രാജ്യം നേരിടുന്ന 3 പ്രധാനപ്പെട്ട വിഷയങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് ഈ പറയുന്ന തൊഴിലില്ലായ്മ, 2 വിലക്കയറ്റം, 3 പോവർട്ടി. ഈ വിലക്കയറ്റം പിടിച്ചു നിർത്തുന്നതിനുള്ള എന്തെങ്കിലും ഒരു നിർദ്ദേശം, എന്തെങ്കിലും ഒരു പ്രൊപ്പോസൽ ഈ പറയുന്ന പ്രകടന പത്രികയിൽ ഉള്ളതായി ഞാൻ കാണുന്നില്ല. കാരണം നമുക്കറിയാം 2014 മോദി വന്നപ്പോൾ മോദിയുടെ മറ്റൊരു ഗ്യാരണ്ടി എന്ന് പറയുന്നത് ഇന്ധനത്തിന്റെ അല്ലെങ്കിൽ പാചകവാതകത്തിന്റെ ഒക്കെ വില പകുതിയാക്കുമെന്ന്. പക്ഷെ പകുതിയാക്കിയില്ല എന്ന് മാത്രമല്ല, അവയുടെയൊക്കെ 410 രൂപയായിരുന്നു ഒരു സിലിണ്ടറിന് മൻമോഹൻ സിംഗ് അധികാരത്തിൽ നിന്ന് പുറത്തു പോകുമ്പോൾ. ഇന്ന് 920 രൂപയാണ് ഒരു സിലിണ്ടറിന്റെ വില എന്ന് പറയുന്നത്. നേരെ ഇരട്ടിയായി മാറിയിരിക്കുകയാണ് ഒരു സിലിണ്ടറിന്റെ. വിലക്കയറ്റം പിടിച്ചു നിർത്തുന്നുള്ള മറ്റൊരു നിർദ്ദേശവും പിന്നെ ഈ ബജറ്റിൽ ഒരു കാര്യം കൂടെ ചൂണ്ടിക്കാണിക്കണ്ടേ, പോവർട്ടി, ദാരിദ്ര്യം. ഇവിടെ ഈ പ്രകടന പത്രികയിൽ, ഇന്ന് സങ്കല്പ പത്രികയിൽ പറഞ്ഞ മറ്റൊരു വാഗ്ദാനം എന്ന് പറയുന്നത് 5 വർഷത്തേക്ക് കൂടി സൗജന്യ ഭക്ഷ്യധാന്യങ്ങളുടെ വിതരണം ഇവിടെ തുടരും 80 കോടിയോളം ആളുകൾക്ക്. അപ്പൊ അതിന്റെ അകത്ത് ഒരു കണക്കിന്റെ അകത്ത് ഒരു വലിയ പൊരുത്തം ഞാൻ ശ്രദ്ധിക്കുകയുണ്ടായി. നീതി ആയോഗിന്റെ ഒക്കെ കണക്ക് പ്രകാരം മോദി ഗവൺമെന്റിന്റെ കഴിഞ്ഞ 10 വർഷം കൊണ്ട് ഈ രാജ്യത്ത് 24,82,00,000 ജനങ്ങളെ ദാരിദ്ര്യരേഖയുടെ താഴെ കൊണ്ടുവന്നു എന്നാണ് കണക്കാക്കിയിരിക്കുന്നത്. ഇപ്പോൾ ഇന്ത്യയിൽ യഥാർത്ഥത്തിൽ നിലനിൽക്കുന്ന പോവർട്ടി എന്ന് പറയുന്നത്, ദാരിദ്ര്യം എന്ന് പറയുന്നത്, അതായത് 11.8% നീതി ആയോഗിന്റെ കണക്ക് പ്രകാരം. 11.8% എന്ന് പറഞ്ഞാൽ അത് അങ്ങേയറ്റം വന്നു കഴിഞ്ഞാൽ ഒരു 15 കോടി ആളുകൾ മാത്രമാണ് ഇപ്പോൾ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളത്. മോദി സർക്കാർ പറയുന്നു 80 കോടി ആളുകൾക്കാണ്, ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ആളുകൾക്കാണ് സൗജന്യ ഈ പറയുന്ന റേഷൻ വിതരണം ചെയ്യാൻ പോകുന്നത്. അതുപോലും കഴിഞ്ഞ UPA ഗവൺമെന്റ് കൊണ്ടുവന്ന ഫുഡ് സെക്യൂരിറ്റി ആക്ടിന്റെ ചൂട് പിടിച്ചുകൊണ്ടാണ്, ഭക്ഷ്യ സുരക്ഷാ നിയമത്തിന്റെ ചൂട് പിടിച്ചുകൊണ്ടാണ് ഇവിടെ നമ്മുടെ രാജ്യത്ത് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഈ സൗജന്യ ഭക്ഷ്യ വിതരണ പദ്ധതിയൊക്കെ. ഈ പറഞ്ഞ, അപ്പോൾ നമ്മൾ ഇതിനകത്ത് എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അതായത് വേൾഡ് ഹങ്കർ ഇൻഡെക്സ് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് പുറത്തു വന്നു. അതിനകത്ത് എന്താ, ഇന്ത്യ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള സോണിലാണ് നിൽക്കുന്നത്. കാരണം കഴിഞ്ഞ 10 വർഷം കൊണ്ട് ദരിദ്രരുടെ എണ്ണം ഈ രാജ്യത്ത് വളരെ അപകടകരമായ നിലയിൽ അവരുടെ എണ്ണം വർദ്ധിച്ചിരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ എന്താ, ഈ നീതി ആയോഗ് നൽകുന്ന കണക്കുകളും ഈ ദാരിദ്ര്യവുമായി ബന്ധപ്പെട്ട പോവർട്ടി നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ പറയുന്ന കണക്കുകൾ, അതായത് ഇന്ന് ഈ രാജ്യത്ത് വെറും 11% ആളുകൾ മാത്രമേ ദാരിദ്ര്യരേഖയുടെ താഴെയുള്ളൂ, ബാക്കിയുള്ളവരൊക്കെ ദാരിദ്ര്യത്തിൽ നിന്ന് വിമുക്തി നേടി എന്നൊക്കെ പറയുന്നതിന്റെ അകത്ത് നമുക്ക് വലിയ അതിന്റെ അകത്ത് ആ ഒരു മിസ്മാച്ച് അത് യോജിച്ചു പോകുന്നില്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഉജ്ജ്വല സ്കീം 10 കോടി ആളുകൾ, ഞാനതിന്റെ ഈ ഒരു യാഥാർത്ഥ്യത്തിലേക്ക് പോവാം. ഉജ്ജ്വല സ്കീം 10 കോടി ആളുകൾക്ക് സൗജന്യ പാചകവാതക കണക്ഷനുകൾ നൽകി. പക്ഷെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, അത് 4 ആളുകൾക്ക് വിവരാവകാശ നിയമപ്രകാരം വന്നതാണ്. അതായത് 1.5 കോടിയോളം ഹൗസ് ഹോൾഡുകൾ എന്ന് പറയുന്നത്, അത്രയും ആളുകൾക്ക് കഴിഞ്ഞ ഒരു വർഷം രണ്ടാമതൊരു സിലിണ്ടർ മേടിക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം അവർക്ക് സിലിണ്ടറുകൾ നൽകിയിട്ടുണ്ട്, പക്ഷെ സിലിണ്ടറുകൾ നൽകുന്നതല്ലാതെ അവർക്ക് അതൊന്ന് റീഫിൽ ചെയ്യുവാനായിട്ട്, അത് വീണ്ടും ഒന്ന് നിറച്ച ഗ്യാസ് സിലിണ്ടർ നിറച്ച് ഉപയോഗിക്കാൻ കഴിയുന്നില്ല. കാരണം എന്താ, അവർക്ക് അത്രയും പൈസ മുടക്കുവാനുള്ള ഒരു അവസ്ഥ ഉണ്ടാവുന്നില്ല. ഇതാണ് ഈ രാജ്യത്തിന്റെ യഥാർത്ഥ പ്രശ്നം എന്ന് പറയുന്നത്. നമ്മള് ഈ 3 ഇഷ്യൂസ് എനിക്ക് അത് കൃത്യമായി ചൂണ്ടിക്കാണിക്കും. 1 അൺഎംപ്ലോയ്മെന്റ്, 2 പോവർട്ടി, 3 എന്ന് പറയുന്നത് ഈ പറയുന്ന ഈ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അതിലേക്ക് അഡ്രസ് ചെയ്യുവാനായിട്ട് ഈ പ്രകടന പത്രികയ്ക്ക് കഴിയുന്നില്ല എന്നുള്ളത് വളരെ കൃത്യമായി തന്നെ ഇവിടെ ചൂണ്ടിക്കാണിക്കേണ്ടതുണ്ട്. മറ്റൊരുപാട് കാര്യങ്ങളിലേക്ക് വരുമ്പോൾ, വിലക്കയറ്റത്തിന്റെ കാര്യമായിക്കോട്ടെ, അതുപോലെ മണിപ്പൂർ വിഷയം, ഇന്ന് രാജ്യം രാജ്യശ്രദ്ധയ്ക്ക് ഇന്നും വീണ്ടും ഇന്നലെയും ഇന്നൊക്കെയായി കേൾക്കുന്നുണ്ട് പുതിയ അക്രമത്തിന്റെ വാർത്തകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. പക്ഷേ ആ മണിപ്പൂർ വിഷയത്തെ കുറിച്ച് ഒരു പരാമർശം പോലും നമ്മുടെ ഈ പ്രകടന പത്രികയിൽ, BJP പ്രകടന പത്രികയിൽ ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ മറ്റൊരു പ്രശ്നം, ലഡാക്കുമായി ബന്ധപ്പെട്ട വിഷയം, അങ്ങനെയുള്ള വളരെ ലഡാക്കിൽ ഇപ്പൊ കോൺഗ്രസിന്റെ പ്രകടന പത്രിക കൃത്യമായി ഞങ്ങൾ അതിനകത്ത് ഈ വാഗ്ദാനം, തൊഴിലില്ലായ്മ ഞങ്ങൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഓരോ വർഷവും 30 ലക്ഷം പുതിയ തൊഴിലവസരങ്ങൾ ക്രിയേറ്റ് ചെയ്യുമെന്ന് കാണിക്കുക. ഞങ്ങളുടെ ന്യായ പത്രികയിൽ ഞങ്ങൾ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. മിനിമം സപ്പോർട്ട് പ്രൈസ് കർഷകർക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. അതിന് ലീഗൽ ഗ്യാരണ്ടി നൽകും. മിനിമം സപ്പോർട്ട് പ്രൈസിന് നിയമപരമായ പരിരക്ഷ നൽകും. കാർഷിക കടങ്ങൾ എഴുതിത്തള്ളും എന്ന് വളരെ കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഈ രാജ്യം ആകപ്പെടുന്ന ഒരു വളരെ സെൻസിറ്റീവായ 2-3 കാര്യങ്ങൾ, ഒന്ന് ഈ പറഞ്ഞ ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കും അല്ലെങ്കിൽ പോലെയുള്ള വളരെ ഒരു വികാരപരമായ കുറെ വിഷയങ്ങൾ പറയുന്നതല്ലാതെ ഇന്ത്യയുടെ ജനസാമാന്യം നേരിടുന്ന കാതലായ വിഷയങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുവാനോ അവയെ അഡ്രസ് ചെയ്യുവാനോ ഇവയ്ക്ക് പരിഹാരം നിർദ്ദേശിക്കുവാനോ BJP പ്രകടന പത്രിക ദയനീയമായി പരാജയപ്പെട്ടു എന്ന് ഇവിടെ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി ആഗ്രഹിക്കുക. ശ്രീ സന്ദീപ് ആചാര്യ, താങ്കൾ ഇതെല്ലാം കേട്ട് കാണും. കഴിഞ്ഞ 10 വർഷം ചെയ്ത നേട്ടങ്ങളൊന്നും വേണ്ടി പറയാനില്ല.
അതിൽ തൊഴിലില്ലായ്മയുണ്ട്, വിലക്കയറ്റമുണ്ട്, ഇന്ധന വില വർധനവുണ്ട്, അങ്ങനെ ഒട്ടനവധി പ്രശ്നങ്ങളുണ്ട്. അതിനൊന്നും പരിഹാരം കാണാൻ BJPക്ക് കഴിഞ്ഞിട്ടില്ല. കേവലം ചില വൈകാരിക പ്രഖ്യാപനങ്ങൾ മാത്രമാണെന്നാണ് കോൺഗ്രസിൻ്റെ ഒരു വിലയിരുത്തൽ. ഇതിനൊക്കെ മറുപടി ഉണ്ടെന്നാലും താങ്കൾ അത് തുടങ്ങാം. നോക്കൂ, ഇന്ന് BJP പുറത്തിറക്കിയിട്ടുള്ള മോദിയുടെ ഗ്യാരണ്ടി പത്രിക, അതായത് BJPയുടെ പ്രകടന പത്രിക, വാസ്തവത്തിൽ ഈ രാജ്യത്തെ വിവിധ സമൂഹങ്ങൾ, വിവിധ പ്രദേശങ്ങൾ, വിവിധ ജനജാതി വിഭാഗങ്ങൾ, നരേന്ദ്രമോദി തന്നെ പറഞ്ഞ അദ്ദേഹത്തിൻ്റെ കൺമുന്നിലുള്ള അദ്ദേഹം ജാതികൾ എന്ന് കരുതുന്ന യുവാക്കൾ, സ്ത്രീകൾ, പാവപ്പെട്ടവർ, കർഷകർ, ഇങ്ങനെ സമഗ്രമായി എല്ലാ മേഖലയിലെയും ആളുകളുടെ ജീവിതം ഉയർത്തുന്നതിനും രാജ്യത്തിൻ്റെ സമസ്ത മേഖലകളിലെയും പുരോഗതിയും ലക്ഷ്യമാക്കിയിട്ടുള്ള ഒരു വിഷൻ ഡോക്യുമെൻ്റാണ് ഇന്ന് മോദിയുടെ ഗ്യാരണ്ടിയായി പുറത്തു വന്നിട്ടുള്ളത്. ഇവിടെ കോൺഗ്രസിൻ്റെ ബഹുമാനായിട്ടുള്ള സുഹൃത്ത് ഇവിടെ പറഞ്ഞ ആക്ഷേപങ്ങൾ, വാസ്തവത്തിൽ കുറേ ദിവസമായി കോൺഗ്രസ്സുകാർ ചർവിത ചർവണം ചെയ്യുന്ന പഴകിത്തേങ്ങിയ ആരോപണങ്ങൾക്കപ്പുറം പുതുതായി എന്തെങ്കിലും ഒന്ന് അദ്ദേഹം പറഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇവിടെ ഏറ്റവും പുതുതായിട്ട് ഇപ്പോൾ കോൺഗ്രസിന് കിട്ടിയിട്ടുള്ള ഒരു ആയുധം എന്ന് പറയുന്നത് ലോക് നീതിയുടെ സർവേ, CDSS എന്ന് പറയുന്ന സ്ഥാപനം നടത്തിയിട്ടുള്ള സർവേ. ആ സർവേയിൽ ചില കാര്യങ്ങൾ പറയുന്നു. അത് വളരെ നിഷ്പക്ഷമായ സർവേ ആണ് എന്നാണ് കോൺഗ്രസിൻ്റെ പ്രതിനിധി പറയുന്നത്. എൻ്റെ സംശയം, ഈ തോൽക്കാൻ പോകുന്ന അല്ലെങ്കിൽ തോൽക്കും എന്ന് ഉറപ്പുള്ള റിസൾട്ട്, ആ റിസൾട്ട് വരുന്നതിന് മുമ്പ് തോൽക്കാൻ പോകുന്ന കുട്ടികൾ ലഡു വിതരണം നടത്തുമോ? അതേ സർവേ പ്രകാരം എന്താ പറയുന്നത്? അതേ സർവേ പറയുന്ന മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഞങ്ങൾ ആ സർവേ ഒന്നും അംഗീകരിക്കുന്നില്ല കേട്ടോ. ഇത്തരം സർവേകളെ ഒന്നും ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. ആ സർവേയുടെ ആധികാരികത സംബന്ധിച്ചുള്ള അഭിപ്രായം ഞാൻ പിന്നീട് പറയാം. പക്ഷേ ആ സർവേ പറയുന്നത് എന്താ? ആ സർവേ പറയുന്നു ഇന്ത്യയിൽ ഏറ്റവും ജനപ്രീതിയുള്ള നേതാവ് അത് നരേന്ദ്രമോദിയാണ്. നരേന്ദ്രമോദിയുടെ ഭരണം വീണ്ടും വരും, മൂന്നാമതും വരും. ഇതൊക്കെ അദ്ദേഹം ആ സർവേയിൽ പറയുന്ന കാര്യങ്ങൾ, ഇതെല്ലാം അംഗീകരിക്കാൻ തയ്യാറാണെങ്കിൽ മറ്റു കാര്യങ്ങൾ എനിക്ക് ചർച്ച ചെയ്യുന്നതിൽ സന്തോഷമേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു കോൺഗ്രസിന്റെ പരാജയം സമ്മതിച്ചുകൊണ്ടാണ് ആ സർവേയിലെ ചില ഏതാനും ഭാഗങ്ങൾ മാത്രം എടുത്തുകൊണ്ട് ഇദ്ദേഹം ഈ കാര്യങ്ങൾ പറയുന്നത്. സ്വാഭാവികമായിട്ടും ആ സർവേ കോട്ട് ചെയ്യണമെങ്കിൽ, ലോക് നീതിയുടെ പുറത്തു വന്ന സർവേ കോട്ട് ചെയ്യണമെങ്കിൽ അദ്ദേഹം ആ സർവേയുടെ ഫലം അംഗീകരിക്കുന്നു എന്നാണല്ലോ. അപ്പൊ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ പരാജയം സംബന്ധിച്ച് കോൺഗ്രസിന്റെ പ്രതിനിധി ഇവിടെ വന്ന് തങ്ങൾ പരാജയപ്പെടുമെന്ന് പുറത്തു പറഞ്ഞിട്ടുള്ള, തങ്ങളുടെ പരാജയം പ്രവചിച്ചിട്ടുള്ള ഒരു സർവേയെ കുറിച്ച് അഭിമാനം കൊള്ളുന്ന സമയത്ത്, അല്ലെങ്കിൽ അതിലെ കാര്യങ്ങളെ കുറിച്ച് അതെല്ലാം വസ്തുതാപരമാണെന്ന് പറയുന്നത് സംബന്ധിച്ച് എനിക്ക് വാസ്തവത്തിൽ വലിയ ആശ്ചര്യം തോന്നുകയാണ്. കോൺഗ്രസ് ആദ്യമായിട്ടാണ് ഒരു തെരഞ്ഞെടുപ്പിന് മുമ്പ് പരാജയം സമ്മതിച്ചിരിക്കുന്നത്. ഇദ്ദേഹം മാത്രമല്ല, ഇദ്ദേഹത്തിന്റെ മുതിർന്ന നേതാവ് ശ്രീ മല്ലികാർജ്ജുൻ ഖാർഗെയും പാർലമെന്റിനകത്ത് പറഞ്ഞു അബ് കി ബാർ 400 പാർ, ഇത്തവണ 400 സീറ്റിലധികം നരേന്ദ്രമോദി നേടും എന്ന് പാർലമെന്റിനകത്ത് പ്രസംഗിച്ചത് ശ്രീ മല്ലികാർജ്ജുൻ ഖാർഗെ ആയിരുന്നു. ഇതെല്ലാം നമ്മുടെ മുന്നിലുള്ള വസ്തുതകളാണ്. ഇനി അദ്ദേഹം പറഞ്ഞ ആരോപണങ്ങൾ, ആ ആരോപണങ്ങൾ വസ്തുതാ വിരുദ്ധമാണെന്നുള്ളത് ഇന്ന് BJP പുറത്തിറക്കിയിട്ടുള്ള ഈ പ്രകടന പത്രിക വായിച്ചു നോക്കിയാൽ മനസ്സിലാകും. വാസ്തവത്തിൽ ഇന്ത്യയിലെ ജനങ്ങൾ വോട്ട് ചെയ്യാൻ പോകുന്നത് പ്രകടന പത്രികയിൽ ഇനി നരേന്ദ്രമോദി ചെയ്യാൻ പോകുന്ന ഗ്യാരണ്ടികളെ കുറിച്ച് പറഞ്ഞല്ല, മറിച്ച് ഇത്തവണ പ്രകടന പത്രികയിൽ ഉൾപ്പെടാത്ത നരേന്ദ്രമോദി നിലവിൽ നിർവഹിച്ച 2 ഗ്യാരണ്ടികളെ കുറിച്ച്, ആ ഗ്യാരണ്ടികൾ കാരണമായിരിക്കാം ഇത്തവണ കൂടുതലായിട്ട് ജനങ്ങൾ വോട്ട് ചെയ്യാൻ പോകുന്നത്. എന്താണ് 2 ഗ്യാരണ്ടികൾ? ഒന്ന്, കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞ, ആർട്ടിക്കിൾ 370 എടുത്തു കളഞ്ഞ ധീരമായിട്ടുള്ള തീരുമാനം. അത് കഴിഞ്ഞ പ്രകടന പത്രികയിലൊക്കെ ഉണ്ടായിരുന്നതാണ്. അതുപോലെ അയോധ്യയിലെ രാമക്ഷേത്രം. ഇത് 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. സ്വാഭാവികമായിട്ടും നരേന്ദ്രമോദി ഒരു കാര്യം പറഞ്ഞാൽ അത് ചെയ്യുന്നയാളാണ് എന്നുള്ളത് പൂർവ്വകാല അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ രാജ്യത്തെ ജനങ്ങൾക്ക് ബോധ്യമുണ്ട്. ഇനി എന്തിനാണ് ഈ സർവേയൊക്കെ ആശ്രയിക്കുന്നത്? 3 മാസം മുമ്പല്ലേ രാജ്യത്തെ പ്രധാനപ്പെട്ട 4 സംസ്ഥാനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്നത്. ആ 4 സംസ്ഥാനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ ഈ പറയുന്ന ഇതേ ലോകനീതിക്കാർ പുറത്തുവിട്ട സർവേ പ്രകാരം എല്ലാ സംസ്ഥാനങ്ങളിലും BJP പരാജയപ്പെടും എന്നായിരുന്നല്ലോ പ്രവചനം. എന്താ സംഭവിച്ചത്? BJP രാജസ്ഥാനിലും മധ്യപ്രദേശിലും ഛത്തീസ്ഗഡിലും അധികാരത്തിലെത്തി, ഉജ്ജ്വലമായ ഭൂരിപക്ഷത്തോളം അധികാരത്തിലെത്തി. കോൺഗ്രസിന്റെ നിലവിലുണ്ടായിരുന്ന 2 സർക്കാരുകളെ പുറത്താക്കിക്കൊണ്ട് ഞങ്ങൾ അധികാരത്തിലെത്തി. മധ്യപ്രദേശ് ഞങ്ങൾ തിരിച്ചു പിടിച്ചു. അതായത് ഈ സർവേയുടെ ആധികാരികതയെക്കുറിച്ച് ഞങ്ങൾക്ക് എന്തായാലും മതിപ്പില്ല. കോൺഗ്രസ്സുകാര് ഇത് ആധികാരികമായ സർവേ ആണെന്ന് സമ്മതിക്കുന്നുണ്ടെങ്കിൽ വാസ്തവത്തിൽ അവരുടെ പരാജയം തന്നെയാണ് സമ്മതിക്കുന്നത്. മറ്റൊന്ന്, 2019 ഇതേ സർവേക്കാർ, ഇദ്ദേഹം വലിയ ആധികാരികമെന്ന് പറയുന്ന സർവേക്കാരുണ്ടല്ലോ, ഇത് ആരുടെ സർവേ ടീമാണെന്ന് അറിയാമോ? ഇംഗ്ലീഷ് ദേശാഭിമാനി എന്ന് നമ്മളൊക്കെ വിളിക്കുന്ന ഹിന്ദു പത്രവുമായി ചേർന്ന് നിൽക്കുന്നതാണ്. അവർക്ക് ആവശ്യമുള്ള ചില ചോദ്യങ്ങൾ ഫിറ്റ് ചെയ്തുകൊണ്ട് 540 മണ്ഡലങ്ങളിൽ നിന്ന് കേവലം 10,000-ഓളം മാത്രം സാമ്പിളുകൾ പരിശോധിച്ച് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു മാനുഫാക്ചേർഡ് ആയിട്ടുള്ള ഒരു സർവേ റിസൾട്ടാണ് പുറത്തു വന്നിട്ടുള്ളത്. 2019 ഇതേ ഉത്തരങ്ങളായിരുന്നല്ലോ അവർ പറഞ്ഞിരുന്നത്. നരേന്ദ്രമോദിയുടെ ജനപ്രീതി കുറയുന്നു, 2014 നേടിയിട്ടുള്ള സീറ്റുകൾ കിട്ടില്ല, 285 ഇത്തവണ കിട്ടില്ല, ഇത്തവണ പരമാവധി കിട്ടാൻ പോകുന്നത് 222 സീറ്റാണെന്നാണ് ഇതേ സർവേ പ്രവചിച്ചത്. ഞാൻ കിട്ടിയത് എത്ര വോട്ടാ? ഞാൻ കിട്ടിയത് എത്ര സീറ്റാ? നരേന്ദ്രമോദി അന്നും പറഞ്ഞു അബ് കി ബാർ 300 പാർ,
നരേന്ദ്രമോദി പറഞ്ഞതുപോലെ 304 സീറ്റുമായിട്ട് 303 സീറ്റുമായിട്ട് ഞങ്ങൾ അധികാരത്തിലെത്തിയില്ലേ? അപ്പൊ ഏത് സർവേയാണ് വിജയിച്ചത്? കോൺഗ്രസിന്റെ പ്രതിനിധി മനസ്സിലാക്കേണ്ടത്, ഞങ്ങൾ ഈ ഇത്തരം സർവേകളല്ല വിശ്വസിക്കുന്നത്, മറിച്ച് ഞങ്ങളുടെ ഗവൺമെന്റ് ചെയ്തിട്ടുള്ള ഞങ്ങളുടെ പെർഫോമൻസിലാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഞങ്ങൾ പെർഫോം ചെയ്തിട്ടുള്ള ഗവൺമെന്റ് ആണ്, ഞങ്ങൾ റിഫോം ചെയ്തിട്ടുള്ള ഗവൺമെന്റ് ആണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പരിഷ്കരണം കൊണ്ടുവരുന്നു, ഞങ്ങൾ നന്നായി പ്രകടനം നടത്തുന്നു, ഗവൺമെന്റ് നന്നായി പ്രകടനം നടത്തുന്നു. ഇതിലൊക്കെ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങൾ നടത്തിയിട്ടുള്ള നിരവധിയായിട്ടുള്ള സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങളെ ഗുണഫലം കിട്ടിയിട്ടുള്ള ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് മനുഷ്യർ ഈ നാട്ടിലുണ്ട്. അതിലൊന്നും കോൺഗ്രസിന്റെ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല. താങ്കൾ തന്നെ സൂചിപ്പിച്ചതുപോലെ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ യോജനയിലൂടെ പ്രതിവർഷം 6000 രൂപ കിട്ടുന്ന കോടിക്കണക്കിന് മനുഷ്യർ ഈ നാട്ടിലുണ്ട്. മറ്റൊന്ന് അദ്ദേഹം സൂചിപ്പിച്ചത് സൗജന്യ റേഷൻ കൊടുക്കുന്ന കാര്യമാണ്. കോൺഗ്രസിന്റെ പ്രതിനിധിക്ക് എന്തോ വല്ലാത്ത അസ്വസ്ഥതയുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ നാട്ടിലെ പാവപ്പെട്ട ആളുകൾക്ക് സൗജന്യമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭക്ഷ്യവിഭവങ്ങൾ കൊടുക്കുന്നതിൽ, റേഷൻ കൊടുക്കുന്നതിൽ കോൺഗ്രസിന് വല്ലാത്ത അസ്വസ്ഥതയാണ്. 80 കോടി ജനങ്ങളിലേക്ക് ഈ രാജ്യത്ത് സൗജന്യ റേഷൻ എത്തുന്നതിൽ കോൺഗ്രസിന് എന്താണ് ഇത്ര അസ്വസ്ഥതയുള്ളത്? എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് ഇത്ര ബുദ്ധിമുട്ടുള്ളത്? ഈ നാട്ടിലെ പാവപ്പെട്ട ആളുകൾക്ക് ഭക്ഷണം കൊടുക്കാൻ പാടില്ല എന്നാണോ നിങ്ങൾ പറയുന്നത്? നിങ്ങൾ എത്ര കൊല്ലം പറഞ്ഞു കിടന്നു ഗരീബി ഹഠാവോ, ഗരീബി ഹഠാവോ? നിങ്ങൾ അത് പറഞ്ഞ് എത്ര സർക്കാരുകൾ ഉപയോഗിച്ചു? നിങ്ങളെ രാജ്യത്ത് പോവർട്ടി ഇല്ലാതാക്കാൻ വേണ്ടി, ദാരിദ്ര്യം ഇല്ലാതാക്കാൻ വേണ്ടി എന്ത് നടപടിയാണ് സ്വീകരിച്ചത്? നിങ്ങൾ ഒരു ചുക്കും ചെയ്തില്ല എന്ന് മാത്രമല്ല, ഈ രാജ്യത്തെ ജനങ്ങളെ പട്ടിണിയിൽ നിന്നും പട്ടിണിയിലേക്ക് തള്ളിവിട്ടു, അവരെ കൂടുതൽ ദരിദ്രരാക്കി മാറ്റി. നിങ്ങളുടെ കാലത്താണ് ഈ രാജ്യത്ത് കോർപ്പറേറ്റുകൾ വലിയ തോതിൽ ധനാഢ്യരായി മാറിയത്. ഈ രാജ്യത്തെ ബാങ്ക് ലോണുകൾ മുഴുവൻ കോർപ്പറേറ്റുകൾക്ക് ഒരു രേഖയുമില്ലാതെ വാരിക്കോരി കൊടുത്തത് നിങ്ങളുടെ കാലത്താണ്. നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ഈ രാജ്യത്തെ പൊതുമുതൽ കൊള്ള ചെയ്ത് കൊണ്ടുപോയവരുടെ കയ്യിൽ നിന്നും ആ പണമെല്ലാം തിരിച്ചു പിടിക്കാൻ തുടങ്ങിയത്. ഈ നാട്ടിലെ പാവപ്പെട്ടവർക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ തുടങ്ങിയത്, ചെലവാക്കാൻ തുടങ്ങിയത്, അവർക്ക് വീടുകൾ കിട്ടിയത്, അവർക്ക് ജൽജീവൻ മിഷൻ പദ്ധതി പ്രകാരം ഈ രാജ്യത്തെ കോടിക്കണക്കിന് കുടുംബങ്ങളിലേക്ക് കുടിവെള്ളം ആദ്യമായി കിട്ടിയത്, അവർക്ക് ആദ്യമായി ടോയ്ലറ്റ് കിട്ടിയത്, അവർക്ക് ആദ്യമായി ബാങ്ക് അക്കൗണ്ട് കിട്ടിയത്, അവർക്ക് ആദ്യമായി ഇൻഷുറൻസ് കിട്ടിയത്. ഇനി നോക്കൂ, അടുത്ത ചെയ്യാൻ പോകുന്നത് എന്താ? 70 വയസ്സ് കഴിഞ്ഞ മുഴുവൻ ആളുകൾക്കും 5 ലക്ഷം രൂപയുടെ ആയുഷ്മാൻ ഭാരത് പദ്ധതി എല്ലാവർക്കും കൊടുക്കാൻ പോവുകയാണ്. 70 വയസ്സ് കഴിഞ്ഞ മുഴുവൻ ആളുകൾക്കും കിട്ടാൻ പോവുക. അതിന്റെ ഗുണം എന്താ? ഈ രാജ്യത്തെ 70 വയസ്സ് കഴിഞ്ഞ ആളുകൾ, പല ആളുകൾക്കും നോക്കാൻ ആരുമില്ലാത്തവർ, തിരിഞ്ഞു നോക്കാൻ ആരുമില്ലാത്ത പല ആളുകളുണ്ടാവും. ഒരു അസുഖം വന്നാൽ ചികിത്സിക്കാൻ കഴിവില്ലാത്തവരുണ്ടാവും. അവർക്ക് മുഴുവൻ ചികിത്സാ സൗകര്യം കിട്ടാൻ പോകുന്നു. മറ്റൊരു കാര്യം എന്താണ്? ഈ രാജ്യത്തെ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ, മക്കളായിട്ടുള്ള ആളുകൾ, അധ്വാനിക്കുന്ന ആളുകൾ, അവർ സ്വാഭാവികമായിട്ടും അധ്വാനിച്ച് കിട്ടുന്ന പണം മുഴുവൻ വളരെ പ്രായം ചെന്ന രക്ഷിതാക്കളുടെ ചികിത്സയ്ക്ക് വേണ്ടി ചെലവാക്കേണ്ടി വരുന്നു. അവർക്ക് അവരുടെ ജീവിതത്തിൽ ഒരു മാറ്റം കൊണ്ടുവരാൻ സാധിക്കുന്നില്ല. സമ്പാദിക്കുന്ന പണം മുഴുവൻ ആശുപത്രിയിൽ അടയ്ക്കേണ്ട അവസ്ഥയുണ്ടാകുന്നു. അവിടെ നിന്നൊരു മാറ്റം ഈ രാജ്യത്തെ കോടിക്കണക്കിന് കുടുംബങ്ങളിലേക്ക് ഉണ്ടാക്കാൻ പോവുകയാണ്. പിന്നെ നിങ്ങൾ പറഞ്ഞല്ലോ നരേന്ദ്രമോദി 10 വർഷം ചെയ്തതിനെ കുറിച്ചൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞല്ലോ. സുഹൃത്തെ, 44-ലധികം 50ഓളം വന്ദേ ഭാരത് ട്രെയിനുകളാണ് കഴിഞ്ഞ ഒരു വർഷത്തിനകം ഈ രാജ്യത്ത് ഓടാൻ തുടങ്ങിയിട്ടുള്ളത്. രാജ്യത്തെ റെയിൽവേ, നിങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ എപ്പോഴെങ്കിലും കയറി നോക്കിയിട്ടുണ്ടോ? 2014 മുമ്പ് നിങ്ങൾ ഭരിക്കുന്ന കാലത്ത് ലോകത്തെ ഏറ്റവും വലിയ റണ്ണിംഗ് ടോയ്ലറ്റ് ആയിരുന്നു ഇന്ത്യൻ റെയിൽവേ. നിങ്ങൾക്ക് അതിലൊരു നാണക്കേടും തോന്നിയിട്ടില്ലല്ലോ, നിങ്ങൾക്കൊരു ലജ്ജയും തോന്നിയിട്ടില്ലല്ലോ. 2014 ശേഷം ഇന്ത്യയിലെ എല്ലാ ട്രെയിനുകളിലെ ടോയ്ലറ്റുകളും, അതെല്ലാ ടോയ്ലറ്റുകളും ഇപ്പോൾ ഓപ്പൺ ടോയ്ലറ്റ് അല്ല. അവിടെ എല്ലാം തന്നെ രാജ്യത്തിന്റെ ഈ നാണക്കേടുണ്ടാക്കുന്ന ആ പരിപാടി മാറ്റി ഇപ്പൊ എല്ലാ ടോയ്ലറ്റുകളും മാറ്റിക്കഴിഞ്ഞു. എല്ലാ ട്രെയിനുകളും ഇന്ന് ശുചിയായി ഓടുന്നുണ്ട്, വൃത്തിയായി ഓടുന്നുണ്ട്. ഇത് എല്ലാ സാധാരണക്കാരും പറയുന്നല്ലേ. ഇന്ന് റെയിൽവേ സ്റ്റേഷൻ അകത്തേക്ക് പോയി കഴിഞ്ഞാൽ വളരെ വൃത്തിയായിട്ട് റെയിൽവേ സ്റ്റേഷൻ കിടക്കുന്നു. അവിടെ നിങ്ങൾക്ക് വിശ്രമിക്കാനുള്ള മുറികൾ നല്ല വൃത്തിയായി കിടക്കുന്നു. നിങ്ങൾ ചുരുങ്ങിയ പക്ഷം കേരളത്തിലെ റെയിൽവേ സ്റ്റേഷനുകൾ നടത്തുന്ന പരിഷ്കരണം നോക്കണ്ടേ? നിങ്ങളുടെ കാലത്ത് സാധാരണക്കാരായ യാത്രക്കാർ പ്ലാറ്റ്ഫോമിൽ നിന്ന് പ്ലാറ്റ്ഫോമിലേക്ക് പോകണമെങ്കിൽ ഒന്നുകിൽ ട്രാക്ക് ചാടി പോകണമായിരുന്നു, അതല്ലെങ്കിൽ ഏന്തി വലിഞ്ഞ് കുട്ടികളെ കയ്യിലെടുത്ത്, ബാഗുകൾ കയ്യിലെടുത്ത് ഫ്ലൈ ഓവറിന് മുകളിലൂടെ നടന്ന് അപ്പുറത്തേക്ക് പോകണമായിരുന്നു. ഇപ്പൊ മിക്ക റെയിൽവേ സ്റ്റേഷനുകളും, എല്ലാ പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനുകളിലും ലിഫ്റ്റ് സൗകര്യം ഞങ്ങൾ കൊണ്ടുവന്നു, എസ്കലേറ്റർ സൗകര്യം കൊണ്ടുവന്നു. അങ്ങനെ ആധുനിക സൗകര്യങ്ങൾ കൊണ്ടുവന്ന് റെയിൽവേ സ്റ്റേഷനുകളെ വിമാനത്താവളങ്ങൾക്ക് തുല്യമാക്കി മാറ്റി. അത് മാത്രമല്ല, ആധുനികവൽക്കരണം കൊണ്ടുവരുമെന്ന പ്രഖ്യാപനം കൂടിയാണ്. നിങ്ങളുടെ കാലത്ത് ആകപ്പാടെ ഇന്ത്യ മഹാരാജ്യത്തുണ്ടായിരുന്ന റെയിൽവേ ട്രാക്കുകളുടെ ഇലക്ട്രിഫിക്കേഷൻ എത്രയാണ്? ഇന്ന് ഏകദേശം പൂർത്തിയായി കഴിഞ്ഞു. നിങ്ങളുടെ കാലത്തുണ്ടായിരുന്നതിനേക്കാൾ എത്രയോ അധികം കിലോമീറ്റർ റെയിൽവേ ട്രാക്കുകൾ ഞങ്ങൾ നിർമ്മിച്ചു കഴിഞ്ഞു. ഇനി അടുത്ത ഓരോ വർഷവും 5000 കിലോമീറ്റർ വെച്ച് പുതിയ റെയിൽവേ ട്രാക്കുകൾ ഉണ്ടാക്കാൻ പോകുന്നു. സ്വാതന്ത്ര്യത്തിന് ശേഷം ഇത്രയും കാലം ഉണ്ടാക്കിയതിലും അധികം റെയിൽവേയിലെ ഇലക്ട്രിഫിക്കേഷൻ ഞങ്ങൾ നടത്തിയിട്ടുണ്ട് കഴിഞ്ഞ 10 വർഷക്കാലം. സ്വാതന്ത്ര്യത്തിന് ശേഷം ഇത്രയും കാലം നിങ്ങൾ നടത്തിയതിലധികം കൂടുതൽ
പുതിയ റെയിൽവേ ട്രാക്കുകൾ ഞങ്ങൾ നിർമ്മിച്ചു വരികയാണ്. ഇന്ത്യയിലെ റെയിൽവേ ആധുനികമായി മാറുന്നു. അടുത്ത 5 വർഷക്കാലത്തിനുള്ളിൽ ഇന്ത്യയിലെ 40,000 ബോഗികളെങ്കിലും വന്ദേ ഭാരത് നിലവാരത്തിലേക്ക് മാറുകയാണ്. നിങ്ങൾക്ക് എന്താ ചെയ്യാൻ കഴിയുന്നത്? ഞങ്ങൾ വന്ദേ ഭാരത് കൊണ്ടുവരുമ്പോൾ നിങ്ങളുടെ ആളുകൾക്ക് പുറത്തുപോയി മുദ്രാവാക്യം വിളിക്കാനും മനോഹരമായ വന്ദേ ഭാരത് കോച്ചിന് പുറത്ത് വൃത്തികെട്ട നേതാക്കന്മാരുടെ ഫോട്ടോ ഒട്ടിച്ച് വൃത്തികേടാക്കാനും മാത്രമേ കോൺഗ്രസ്സുകാർക്ക് കഴിയുകയുള്ളൂ. നിങ്ങൾ ഈ നാടിനെ 4 തലമുറകൾ നിങ്ങൾ ഭരിച്ചു. 4 തലമുറകൾ നിങ്ങളുടെ ഗവൺമെന്റുകൾ ഭരിച്ചു. തുടർച്ചയായി നിങ്ങളുടെ സർക്കാരുകൾ അധികാരത്തിൽ വന്നു. നിങ്ങൾ ഈ നാട്ടിൽ എന്ത് മാറ്റം കൊണ്ടുവന്നു? ഈ നാട്ടിലെ ജനങ്ങളെ ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിലേക്ക് തള്ളിവിടുകയല്ലാതെ നിങ്ങൾക്കൊരു മാറ്റവും കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. രാജ്യത്ത് കഴിഞ്ഞ 10 വർഷക്കാലം നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുവന്ന അത്ഭുതകരമായ മാറ്റം അറിയണമെങ്കിൽ നിങ്ങൾ സ്റ്റുഡിയോ മുറിയിൽ നിന്ന് പുറത്തിറങ്ങി കേരളത്തിലെ കാസർഗോഡ് മുതൽ പാറശാല വരെ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ദേശീയപാത ഒന്ന് കണ്ടാൽ മതി. കോൺഗ്രസ്സുകാരൻ അത് മാത്രം ഒന്ന് കണ്ടാൽ മതി. 6 വരി ദേശീയപാത, അമേരിക്കയിലെയും ദുബായിലെയും റോഡുകൾ പോലെ വെട്ടിത്തിളങ്ങുന്ന ദേശീയപാതകൾ ഇതാ നിർമ്മിക്കുന്നു. കേരളത്തിന്റെ മുഖച്ഛായ മാറുന്ന പദ്ധതികൾ കൊണ്ടുവരുന്നു. ഇവിടുത്തെ വാട്ടർ മെട്രോ അടക്കം, ഇവിടുത്തെ കൊച്ചിൻ മെട്രോയുടെ എക്സ്പാൻഷൻ അടക്കമുള്ള മുഴുവൻ പദ്ധതികളും കൊണ്ടുവന്നിട്ടുള്ളത് നരേന്ദ്രമോദി സർക്കാരാണ്. വിഴിഞ്ഞം പോർട്ട് ഉൾപ്പെടെയുള്ള പദ്ധതികൾ കൊണ്ടുവരുന്നത് നരേന്ദ്രമോദി സർക്കാരാണ്. നരേന്ദ്രമോദി സർക്കാർ കേരളത്തിന് മുഖച്ഛായ മാറ്റിയ ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. പതിറ്റാണ്ടുകളായി നോക്കൂ, ഞാൻ ഈ വയനാട്ടിലിരുന്നിട്ടാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. വയനാട്ടുകാരുടെ വലിയൊരു വിഷയം എന്താണ്? കഴിഞ്ഞ 10 വർഷക്കാലം കൊണ്ട് നമ്മുടെ രാജ്യത്ത് വയനാട് ജില്ലയിൽ മാത്രം വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ എണ്ണം 57 ആണ്. 57 പേർ ജീവൻ നഷ്ടപ്പെട്ടു. ഇവിടെ രാഹുൽ ഗാന്ധിയാണ് MP. രാഹുൽ ഗാന്ധി വയനാട്ടിലെ വന്യമൃഗങ്ങളുടെ ശല്യം സംബന്ധിച്ച്, പ്രശ്നം സംബന്ധിച്ച്, മനുഷ്യർ നേരിടുന്ന വിഷയങ്ങൾ സംബന്ധിച്ച് പാർലമെന്റിൽ ഒരു വാക്ക് ഉന്നയിച്ചിട്ടുണ്ടോ? നിങ്ങൾ പ്രധാനമന്ത്രിയെ കാണാൻ തയ്യാറായിട്ടുണ്ടോ? വനംവകുപ്പ് മന്ത്രിയെ കാണാൻ തയ്യാറായിട്ടുണ്ടോ? കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ കാണാൻ തയ്യാറായിട്ടുണ്ടോ? ഈ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം ഉണ്ടാക്കാൻ മിസ്റ്റർ രാഹുൽ ഗാന്ധി എന്താ ചെയ്തത്? ഞങ്ങൾക്ക് അഭിമാനത്തോടെ പറയാൻ സാധിക്കും. BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ K. സുരേന്ദ്രൻ വയനാട്ടിൽ NDA സ്ഥാനാർത്ഥിയായതിനു ശേഷം BJPയുടെ പ്രകടന പത്രികയിൽ 69ാമത്തെ പേജിൽ വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങൾ അവസാനിപ്പിക്കാൻ, ശാശ്വതമായ പരിഹാരം കണ്ടെത്താൻ സംസ്ഥാന സർക്കാരുകളുമായി ചേർന്നുകൊണ്ട് വിപുലമായ പദ്ധതി നടപ്പാക്കുമെന്ന് നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടി തന്നിരിക്കുകയാണ്. മോദിയുടെ ഗ്യാരണ്ടി തന്നിരിക്കുകയാണ്. വയനാട്ടിലെ ജനങ്ങൾ ഇന്ന് ആശ്വാസം കൊള്ളുകയാണ്. ഇത്രയും കാലം നിങ്ങളുടെ MP തിരിഞ്ഞു നോക്കാത്ത, രാഹുൽ ഗാന്ധി തിരിഞ്ഞു നോക്കാത്ത വയനാട്ടിലെ ജനങ്ങൾ അതിൽ ആശ്വാസം കൊള്ളുകയാണെന്ന് കൂടി കോൺഗ്രസിന്റെ പ്രിയപ്പെട്ട സുഹൃത്തിനെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ ഇടതുദേശീയൻ ഡോക്ടർ B. ജയരാജ്, താങ്കൾ ഇടതുമുന്നണി ഈ BJPയുടെ പ്രകടന പത്രികയെ, സങ്കല്പത്രയെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്, നോക്കിക്കാണുന്നത്? വളരെ സമയം വളരെ പരിമിതമാണ്. വളരെ വേഗം താങ്കളുടെ ആ നിരീക്ഷണം ഒന്ന് വ്യക്തമാക്കണം. താങ്കളുടെ മൈക്ക് മ്യൂട്ടാണെന്ന് തോന്നുന്നു. ഓക്കെ, കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കാം, പറഞ്ഞു. മനുഷ്യന്റെ അടിസ്ഥാനപരമായിട്ട് ആവശ്യങ്ങൾ എന്തൊക്കെയാണ്? ആഹാരം, വസ്ത്രം, പാർപ്പിടം എന്നുള്ള 3 സാധനങ്ങളാണ്. അത് കഴിഞ്ഞിട്ടാണ് അവന് സെൽഫ് എസ്റ്റീം നീഡ്സും സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്സും ഒക്കെ വേണ്ടി വരുന്നതെന്നാണ് ഞാൻ പഠിച്ചു വെച്ചിട്ടുള്ളത്. അങ്ങനെ തന്നെയാണ് താനും എന്നാണ് എൻ്റെ ധാരണ. ഹംകോ റൊട്ടി നഹി ചാഹിയെ ഹംകോ സിർഫ് മന്ദിർ ചാഹിയെ എന്ന് ഒരു ഇന്ത്യക്കാരനെ പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുപോലെയാണ് എനിക്ക് മുമ്പ് സംസാരിച്ച BJPയുടെ പ്രതിനിധി, ഞാൻ അദ്ദേഹത്തിന്റെ പേര് നോട്ട് ചെയ്തില്ല, എനിക്ക് കാണാൻ കഴിയാത്ത കാരണം അറിയാൻ വയ്യ. അദ്ദേഹം പറഞ്ഞത് മോഡി ഗ്യാരണ്ടിയുടെ 2 പ്രധാനപ്പെട്ട ഉദാഹരണങ്ങളായിട്ട് എടുത്തു കാണിച്ചത് ഒന്ന് രാമക്ഷേത്രവും 370ാം വകുപ്പുമാണ്. എടുത്തു കളഞ്ഞതാണ്. 370ാം വകുപ്പ് എടുത്തു കളഞ്ഞതെടുത്ത് രാമക്ഷേത്രം എടുത്ത് പുഴുങ്ങി തിന്നാൽ പാവപ്പെട്ടവന്റെ വയറ് നിറയെന്നുള്ള പ്രതീക്ഷയൊന്നും എനിക്കില്ല. അത് മാത്രമായിരുന്നില്ല ശ്രീ ജയരാജ് പറഞ്ഞത്. അത് മാത്രമായിരുന്നില്ല. അത് കഴിഞ്ഞ സർക്കാരുകൾ അല്ലെങ്കിൽ കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിൽ BJP മുന്നോട്ട് വെച്ച പ്രകടന പത്രികയിലെ പ്രധാനപ്പെട്ട അജണ്ടകളായിരുന്നു. അത് നടപ്പിലാക്കി, അതുൾപ്പെടെ നടപ്പിലാക്കിയ പദ്ധതികളുമായാണ് BJP മുന്നോട്ട് പോകുന്നത്. അവിടെ സാധാരണക്കാർക്കുള്ള റേഷൻ പദ്ധതിയുണ്ട്, കർഷകർക്കുള്ള പണം നേരിട്ട് അവിടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തുന്നുണ്ട്, ശുചിമുറികളുണ്ട്, അങ്ങനെ ഒരുപാട് പദ്ധതികൾ എണ്ണി പറഞ്ഞ കൂട്ടത്തിലാണ് അദ്ദേഹം അതുകൂടെ പറഞ്ഞത്. ഈ കഴിഞ്ഞ 10 വർഷങ്ങളിൽ വെച്ച് ഇന്ത്യ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ 2 സമരങ്ങൾ എന്ന് പറയുന്നത് കർഷക സമരങ്ങൾ തന്നെയായിരുന്നു. ആ കർഷക സമരങ്ങളുടെ പല ചിത്രങ്ങളും പല വീഡിയോകളും നമ്മൾ പത്രങ്ങളിലൂടെയും മറ്റു മാധ്യമങ്ങളിലൂടെയൊക്കെ അറിഞ്ഞതാണ്. അവർ ഉന്നയിച്ച കാര്യങ്ങളെ കുറിച്ച് യാതൊരു അക്ഷരവും, MSPയെ കുറിച്ച് ഒരു അക്ഷരവും പറയുന്നില്ല. അതിന്റെ ലീഗൽ ഗ്യാരണ്ടിയെ കുറിച്ച് ഒരു അക്ഷരവും ഇതിനകത്ത് പറയുന്നില്ല. അപ്പൊ അടിസ്ഥാന വർഗമായി നമുക്ക് ഭക്ഷണം ഉണ്ടാക്കി തരുന്ന കർഷകനെ കുറിച്ച് പൂർണ്ണമായിട്ട് ഒരു അക്ഷരം പോലും പറയുന്നില്ല. പിന്നീട് പറയുന്നത് എന്തൊക്കെയാണ്? ഇത്തരത്തിലുള്ള വാചാടോപമാണ്. ഈ മോഡി ഗ്യാരണ്ടി ഈസ് ഗോയിങ് ടു ബി ഇന്ത്യ ഷൈനിങ് ക്യാമ്പയിൻ. അടൽ ബിഹാരി വാജ്പേയിയുടെ കാലത്തുണ്ടായിരുന്ന ഇന്ത്യ ഷൈനിങ് ക്യാമ്പയിന്റെ അവസ്ഥ തന്നെയാകും മോഡി ഗ്യാരണ്ടി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. 16 പ്രാവശ്യമാണ് കർണാടക പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇലക്ഷന് മുമ്പ്, അവിടുത്തെ തെരഞ്ഞെടുപ്പിന് മുമ്പ്
അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് സന്ദർശിച്ചത്. എന്നിട്ട് അവിടെ എന്ത് മാറ്റം ഉണ്ടായി? അവിടെ കോൺഗ്രസ് അധികാരത്തിൽ വരികയാണ് ചെയ്തത്. കേരളത്തിൽ 10,000 പ്രാവശ്യം വന്നാലും കേരളത്തിൽ ഒരു മാറ്റം വരാൻ കർണാടക പോകുന്നത്. കഴിഞ്ഞിട്ട് പിന്നീട് കുറെ നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ നടന്നിരുന്നു ശ്രീ ജയരാജ്. അതിനു മുമ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നിരുന്നു. അതിനു മുമ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നത് ഹിന്ദി ബെൽറ്റിലാണ്. ഹിന്ദി ഹാർട്ട്ലാൻഡിന്റെ കാര്യമല്ല ഞാൻ പറയുന്നത്. ഞാൻ ബാക്കിയുള്ള പ്രദേശങ്ങളും ഇന്ത്യയുടെ ഭാഗം തന്നെയാണല്ലോ. ഇതൊന്നും പ്രത്യേക സ്ഥലങ്ങളൊന്നും അല്ലല്ലോ, കേന്ദ്രഭരണ പ്രദേശങ്ങളോ അല്ലെങ്കിൽ അങ്ങനെ താങ്കളാണ് ഇപ്പോൾ കർണാടകയുടെ കാര്യം പറഞ്ഞത്. അതുകൊണ്ട് അങ്ങനെ ഇന്ത്യയുടെ ഭാഗമായുള്ള മുഴുവൻ പറയുവാണെങ്കിൽ ഇതെല്ലാം കൂടെ പരിഗണിക്കണ്ടേ? സൗത്ത് ഇന്ത്യയിൽ ഒരു ചലനം ഉണ്ടാക്കാനായിട്ട് ഇതുവരെ BJP കഴിഞ്ഞിട്ടില്ല, ഇനിയോട്ട് കഴിയാനും പോകുന്നില്ല. ദ്രാവിഡ ഭൂമിയിൽ BJPക്ക് സ്ഥാനമില്ല എന്ന് തന്നെ വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതവിടെ നിൽക്കട്ടെ. അത് നമ്മൾ ഇലക്ഷന്റെ ഫലം വരുന്നത് അത് 400 സീറ്റ് എന്നുള്ള 350 സീറ്റ് ആവുകയും 370 ആവുകയും പിന്നെ 300-ൽ താഴെ ആവുകയും പിന്നെ 282 ആവുകയും എന്തായാലും ഇപ്പൊ അത്തരത്തിലുള്ള ടോളസ്റ്റ് ക്ലെയിമുകളിൽ നിന്നൊക്കെ കുറച്ചുകൂടെ താഴോട്ടൊക്കെ കുറച്ചുകൂടെ റിയലിസ്റ്റിക് ആയിട്ട് ഇപ്പൊ നമുക്കൊരു ഈ പറഞ്ഞ കണക്കൊരു ഒരു ഡിസ്കഷൻ അല്ല, അതല്ലെങ്കിൽ ഒരു മൈതാന പ്രസംഗമാണെങ്കിൽ എനിക്കും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അത്തരം കാര്യങ്ങളല്ലല്ലോ നമ്മളിപ്പോ ഡിസ്കസ് ചെയ്യുന്നത്. BJP ഇന്ന് മുന്നോട്ട് വെച്ച് കഴിഞ്ഞിട്ടുള്ള ഒരു പ്രകടന പത്രികയിലൊക്കെ ആര് വിശ്വസിക്കുന്നു എന്ന് ചോദിച്ചത് കേരളത്തിലെ മുൻ BJP പ്രസിഡന്റാണ്. പ്രകടന പത്രികയിൽ ആരെങ്കിലും വിശ്വസിക്കുമോ? കാര്യം സത്യം തന്നെയാണ്. പെട്രോളിന്റെ വില കുറയ്ക്കുമെന്നും എല്ലാവരുടെ അക്കൗണ്ടിൽ 15 ലക്ഷം വീതം വരുമെന്നും പറഞ്ഞിരുന്ന അത് വീണ്ടും വീണ്ടും ഇങ്ങനെ പറയല്ലേ? താങ്കളെ പോലെയുള്ള ഒരാൾ ഇങ്ങനെ ഈ 15 ലക്ഷത്തിന്റെ കണക്ക് വീണ്ടും ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വരരുത്, ആളുകൾക്ക് മുമ്പിൽ അവകാശിയാകരുതേ. മറ്റു കാര്യങ്ങളെ പറ്റി പറയും. ഓക്കെ, അങ്ങനെയൊക്കെ പറഞ്ഞിരുന്ന ഒരു സാധനങ്ങൾക്കുള്ള മറുപടി. അപ്പൊ ഈ ഗ്യാരണ്ടിയിലൊന്നും ആരും വിശ്വസിക്കുന്നില്ല എന്നുള്ളതാണ്. ഗ്യാരണ്ടി അല്ലല്ലോ പ്രശ്നം, ഇവിടെ മനുഷ്യന്റെ അടിസ്ഥാനപരമായിട്ടുള്ള ആവശ്യങ്ങളല്ലേ. പിന്നെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിനെ കുറിച്ച് പറഞ്ഞു, കേരളത്തിലെ 6 വരി പാതയെ കുറിച്ച് പറഞ്ഞു. അതിനകത്ത് 25% ഫണ്ട് വഹിച്ചത് കേരള സംസ്ഥാനമാണ്. ഇന്ത്യയിലെ ഒറ്റ സംസ്ഥാനം പോലും നാഷണൽ ഹൈവേ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് അതിൽ 2% തിരിച്ചു വാങ്ങുകയും ചെയ്തിട്ടുണ്ട്. 20% മുടക്കിയെന്നുള്ള സത്യമാണ്. 2% തിരിച്ചു വാങ്ങുകയും ചെയ്തിട്ടുണ്ട്. വേറെ ഒരു സംസ്ഥാനത്ത് വാങ്ങിയിട്ടില്ല, കേരളത്തിൽ നിന്ന് സത്യമല്ല 20% അല്ല. 20% ഒരു സെക്കൻഡ് ഒന്നിടപെട്ടെ 20% തെറ്റാണ്. 25% ലാൻഡ് അക്വിസിഷൻ കോസ്റ്റിന്റെ 25% തെറ്റിക്കരുത്. ലാൻഡ് അക്വിസിഷൻ കോസ്റ്റിന്റെ 25%. അതിൽ ഏതാണ്ട് 2.5% തിരിച്ചു വാങ്ങുകയും ചെയ്തിട്ടുണ്ട്. അല്ല, ലാൻഡ് അക്വിസിഷൻ കോസ്റ്റിന്റെ 25% ആണെങ്കിൽ പോലും ഇന്ത്യയിലെ മാത്രമല്ല, ഞാനത് വിശദീകരിക്കാം, എന്റെ ഭാഗത്ത് വിശദീകരിക്കാം. അദ്ദേഹം കളവ് പറയുകയാണ്. ഞാൻ കളവെന്നല്ല പറയുന്നത്. ലാൻഡ് അക്വിസിഷൻ ആയിക്കോട്ടെ, നിങ്ങൾ പറയുന്നത് ഞാൻ പൂർണ്ണമായിട്ട് അംഗീകരിച്ചു. എന്നാൽ പോലും ഇന്ത്യയിലെ യാതൊരു സംസ്ഥാനത്തുനിന്നും പോലും സംസ്ഥാനത്തിന്റെ ഫണ്ട് ലാൻഡ് അക്വിസിഷനോ മറ്റു പല കാര്യങ്ങൾക്കോ നെഗോഷിയേഷൻ ഒരുപക്ഷെ ഉപയോഗിച്ചിട്ടുണ്ടാവും. അല്ലാതെ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഫണ്ട് ഒരു സ്ഥലത്തൊന്നും വാങ്ങിയിട്ടില്ല. കേരളത്തിനെ മാത്രമാണ് ആ കാര്യത്തിൽ ടാക്സ് ചെയ്തത്. അങ്ങനെ ഓരോ കാര്യങ്ങളിലും നമ്മൾ വെള്ളപ്പൊക്കത്തിന്റെ സമയത്ത് ഹെലികോപ്റ്റർ വന്നു, അതിന് പണം വാങ്ങി. അരി തന്നു, അതിന് പണം വാങ്ങി. അങ്ങനെ നമ്മളുടെ GST കുടിശ്ശിക തരാനുള്ളത്. ഇങ്ങനെയുള്ള പല കാര്യങ്ങളിലും കേരളത്തിലെ ടാക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഗവൺമെന്റ് ആണ്, നരേന്ദ്രമോദിയുടെ സർക്കാർ. അതൊക്കെ സുപ്രീം കോടതിയിൽ അതൊക്കെ പറഞ്ഞ് നാണം കെട്ടില്ലേ സാർ? വീണ്ടും അത് പറഞ്ഞത്. പിന്നെ താങ്കൾ ഈ റോഡിന്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ്, ഏതാണ്ട് 70-കളിലും കണ്ട് ആരംഭിച്ച പദ്ധതിയാണ് ഈ തലശ്ശേരി മാഹി ബൈപ്പാസ് ഒക്കെ. അതിനുശേഷം ഇടതുമുന്നണി പിന്തുണയ്ക്കുന്ന UPA സർക്കാരൊക്കെ പിന്നീട് പലതവണ ഭരിച്ചു. അപ്പോഴൊന്നും നടപടിയായത്, ഇതൊക്കെ നടപടിയായത് BJP പറയുന്നത് പോലെ, അല്ലെങ്കിൽ അവരുടെ വാദഗതിക്ക് അല്പം ശക്തി പകരുന്നത് നരേന്ദ്രമോദിയും നിതിൻ ഗഡ്കരിയും ഒക്കെ അധികാരത്തിൽ വരേണ്ടി വന്നില്ലേ എന്ന് അവരുടെ വാദഗതി. അത് ശരിയല്ലേ? ഈ സമയത്താണെന്ന് ക്ലെയിം ചെയ്യുമോ? അദാനി ഒരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ അതും BJPയുടെ കഴിവാണെന്ന് ക്ലെയിം ചെയ്യുമോ? അത് അദാനി കോർപ്പറേഷന് തീരെഴുതി കൊടുത്തതാണ്. അദാനി കോർപ്പറേഷനാണ് അവിടെ ഉണ്ടാക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ സർവേലൻസ് ഉണ്ട്, സ്റ്റേറ്റ് ഗവൺമെന്റ് സർവേലൻസ് ഉണ്ടെന്നുള്ളത് ഒഴിച്ചാൽ. അതുപോലെ വിമാനത്താവളങ്ങൾ വിൽക്കുന്നു. നമ്മുടെ പഞ്ചരത്ന കമ്പനികൾ മുഴുവൻ വിറ്റ് തൊലച്ചു. ഇനി വിറ്റ് തൊലയ്ക്കാൻ ഒന്നും ബാക്കിയില്ല. ഒരു പൊതുമേഖലാ സ്ഥാപനങ്ങളും ഇല്ലാത്ത അവസ്ഥയിലാണ് നമ്മൾ നിൽക്കുന്നത്. നിസ്സാര വിലയ്ക്കാണ്, ആക്രി വിലയ്ക്കാണ് ഇന്ത്യയിലെ കമ്പനികളെല്ലാം വിറ്റ് തൊലച്ചത്. ഇവിടെ തൊഴിലില്ലായ്മ രൂക്ഷമായി. എന്നിട്ട് ഇവിടെ പറയുന്നത് ഈ ഭരണഘടന അല്ല, ഈ പ്രകടന പത്രികയിൽ പറയുന്ന ഗിഗ് ജോബിനെ കുറിച്ചാണ്. ഗിഗ് ജോബിനെ കുറിച്ച് മാത്രമാണ് ഇതിനകത്ത് പരാമർശിക്കുന്നത്. അങ്ങനെയുള്ളത്, അതായത് ഒരു പർട്ടിക്കുലർ സെക്ടറിനെ മാത്രം മുന്നിൽ കണ്ടുകൊണ്ടാണ് അത്തരം കമന്റുകൾ. അതായത് ജോബ് ഓഫേഴ്സിനെ കുറിച്ച് മാത്രമാണ് ഇതിനകത്ത് ഡയറക്റ്റ് ആയിട്ടൊരു ഹിന്റ് വരുന്നത്. പിന്നീട് പറയുന്നത് 20 ലക്ഷം മുദ്ര ലോണിന്റെ പൈസ അനുവദിച്ചു. മുദ്ര ലോൺ ആർക്കൊക്കെയാണ് അനുവദിക്കുന്നത് ഈ നാട്ടിൽ എല്ലാവർക്കും വളരെ വ്യക്തമായിട്ട് അറിയാം. മുദ്ര ലാൻഡ് കാര്യമൊക്കെ അതവിടെ നിൽക്കട്ടെ. അതുപോലെ ഗ്യാസ് പദ്ധതി നടപ്പിലാക്കിയ വീണ്ടും ഗ്യാസ് മേടിക്കാൻ ആളുകളുടെ പൈസ വേണ്ടേന്ന്. പെട്രോൾ ഡീസൽ വില വർധനവിനെ കുറിച്ച് പറയുന്നു. 10 വർഷമായി കുറയ്ക്കാത്ത. ഇപ്പൊ ഈ അടുത്ത സമയത്ത് 3 രൂപയാണ് കുറച്ചത്. ഇപ്പോഴാണ് പെട്രോൾ ഡീസൽ വില വർധനയെ കുറിച്ച് ഒരക്ഷരം മിണ്ടുന്നത്. അത് തന്നെ ശ്ലാഘനീയമെന്ന് എനിക്ക് പറയാൻ പറ്റൂ. അവസാനം എല്ലാം കൈപ്പിടിയിൽ നിന്ന് പോകുമ്പോൾ, കാൽച്ചുവട്ടിലെ മണ്ണൊലിച്ചു പോകുമ്പോൾ യാതൊരു ഗതിയും ഇല്ലാതെയാണ് പറഞ്ഞത് പെട്രോൾ ഡീസൽ വില കുറയ്ക്കും എന്നൊരു സ്റ്റേറ്റ്മെന്റ് ഇതിനകത്ത് കണ്ടിട്ടുണ്ട്.
അത് വളരെ സന്തോഷം. പിന്നെ നാരി സമ്മാനയും നാരിയെ സഹായിക്കുന്ന കാര്യമൊക്കെ നമ്മൾ മണിപ്പൂരിൽ കുറെ കണ്ടതാണ്. നമ്മൾ പല കാര്യങ്ങളിലും നമ്മൾ കത്വയിലെ പെൺകുട്ടിയുടെയും നാരികളെ എങ്ങനെയാണ് സഹായിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് വളരെ കൃത്യമായിട്ട് ആ ഒരു കേസ് സ്റ്റഡി എടുത്ത് നോക്കിയാൽ മതി. ഈ ഗവൺമെന്റിന്റെ കേസ് സ്റ്റഡി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാവും ആരുടെ പക്ഷത്താണ് നിൽക്കുന്നത് എന്ന് വളരെ കൃത്യമായിട്ട് മനസ്സിലാവും. അത്ര ഒറ്റപ്പെട്ട സംഭവങ്ങൾ മാത്രമല്ല, മണിപ്പൂർ ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല. ഇനിയൊരു കലാപം താങ്ങാൻ ഇന്ത്യക്ക് ശേഷിയില്ല. ഇനിയൊരു വർഗീയ കലാപം താങ്ങാൻ ഇന്ത്യക്ക് ശേഷിയില്ല. അങ്ങനെ കമ്മ്യൂണലി ഡിവൈഡ് ചെയ്യുക, ഇന്ത്യയെ കമ്മ്യൂണലി ഡിവൈഡ് ചെയ്യുക, അത് വെച്ചിട്ട് പൊളിറ്റിക്സിൽ നേട്ടം ഉണ്ടാക്കാൻ ശ്രമിക്കുക, ഫ്രിഞ്ച് ബെനിഫിറ്റ്സിന് വേണ്ടി ഏതറ്റം വരെ പോവുക. അതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ നമ്മൾ രാമായണ മാസം ആചരിക്കാൻ പോകുന്നു, ആചരിച്ചോട്ടെ, അതിനകത്ത് യാതൊരു തർക്കമില്ല. യോഗ ഡേ ആചരിച്ചോട്ടെ, അതിനകത്ത് യാതൊരു തർക്കമില്ല. പക്ഷെ ഇതെല്ലാം ആളുകളുടെ ഇതൊരു പൊളിറ്റിക്കൽ ഐവാഷാണ്. വിശ്വാസികളുടെ കണ്ണിൽ പൊടിയിടുന്ന പരിപാടികളാണ് ഈ കാണിച്ചു വെച്ചിരിക്കുന്നത്. എന്നിട്ട് യഥാർത്ഥമായ കാര്യങ്ങളിൽ നിന്ന് ഒളിച്ചോട്ടം നടത്തുകയാണ്. കൃത്യമായിട്ടുള്ള പ്ലാൻ ഇല്ല, കൃത്യമായിട്ടുള്ള അജണ്ട ഇല്ല, കൃത്യമായിട്ടുള്ള അതായത് 1000 വർഷങ്ങൾക്ക് ശേഷം എങ്ങനെ ആയിരിക്കണം, അതാണ് നമ്മളിപ്പോ സംസാരിക്കുന്നത്. 1000 വർഷങ്ങൾ, അടുത്ത വർഷം എന്ത് സംഭവിക്കും എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായിട്ട് നമുക്ക് ഈ ഇലക്ഷൻ എന്ത് സംഭവിക്കുന്നതിനെ കുറിച്ച് ആർക്കും പ്രവചിക്കാൻ പറ്റുന്നില്ല. അപ്പോഴാണ് 1000 വർഷങ്ങൾക്ക് ശേഷമുള്ള ഇന്ത്യയെ കുറിച്ച് ഇത് ശരിക്കും ഇതിന് മലയാള ഭാഷയിൽ പറയുകയാണെങ്കിൽ വാചാടോപം എന്ന് പറയും. കൃത്രിമമായ വാചാടോപം കൊണ്ട് അബദ്ധജടിലമായ ഒരു പ്രകടന പത്രികയാണ് ഇത്. വെറും പ്രകടന പത്രികയാണ് ഇത്, വെറും പ്രകടനം മാത്രമാണ്. ദിസ് ഇസ് ജസ്റ്റ് എ മോക്കറി ഓൺ ഇന്ത്യൻ ഡെമോക്രസി. അല്ലാതെ ഇതിനെ കുറിച്ച് തീവ്രമായി ചർച്ച ചെയ്യേണ്ടുന്ന കാര്യമൊന്നുമില്ല. BJP മുൻ കാലങ്ങളിൽ പിന്തുടർന്ന നയങ്ങൾ എന്താണെന്നും എങ്ങനെയാണ് ഇന്ത്യയിൽ അവർ ഭരിച്ചുകൊണ്ടിരിക്കുന്നതെന്നും എങ്ങനെയാണ് ഹോഴ്സ് റൈഡിങ് നടത്തുന്നതെന്നും എങ്ങനെയാണ് MLA-മാരെ ചാക്കിലാകുന്നതെന്നും എങ്ങനെയാണ് ഇലക്ഷൻസ് ടോപ്പിൽ ചെയ്യുന്നതെന്നും എങ്ങനെയാണ് മുഖ്യമന്ത്രിമാരെ പിടിച്ച് ജയിലിലിടുന്നതെന്നും എങ്ങനെയാണ് മറ്റ് കേന്ദ്ര ഏജൻസികളെ കൊണ്ട് ഗുണ്ടാപ്പണി നടത്തുന്നതെന്നും ഒക്കെ നമ്മൾ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിനെക്കുറിച്ച് എല്ലാവരും അവെയറാണ്. അഴിമതിക്കെതിരെ പോരാട്ടം എന്നൊക്കെ പറഞ്ഞിട്ട് എത്ര കോടി രൂപയാണ് ഇലക്ട്രൽ ഫണ്ടായിട്ട് വാങ്ങി. അപ്പൊ പറയും അനുപാത കണക്കിന് കുറവാണെന്ന് പറയും. അനുപാത കണക്കിനാണെങ്കിലും കോടിക്കണക്കിനാണ് വാങ്ങിയിട്ടുള്ളത്. ആദ്യമേ ED വിടുന്നു, അതിനുശേഷം പൈസ ചോദിക്കുന്നു, ഇലക്ട്രൽ ഫണ്ട് മേടിക്കുന്നു. അതുപോലെ PMKS എന്ന് പറഞ്ഞിട്ടൊരു ഫണ്ട് ഉണ്ടല്ലോ, അതിനെക്കുറിച്ചുള്ള കണക്കുകൾ എന്താ അവതരിപ്പിക്കാത്തത്? PMKS-ന്റെ ഫണ്ട് എന്ത് ചെയ്തു? അത് നമ്മൾ റൈറ്റ് ഇൻഫർമേഷൻ കൊടുത്തു നോക്ക്, എന്തെങ്കിലും കൃത്യമായിട്ടുള്ള വിവരം കിട്ടുമോ? അതിൽ തിരിച്ചൊരു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി എടുത്ത് ചിലവഴിച്ചതിന്റെ കേസുകളൊക്കെ കോടതിയിൽ ഇപ്പോഴും നടക്കുന്നുണ്ട് ശ്രീ ജയരാജ്. അപ്പൊ അതിലേക്കൊക്കെ വരാം. അതിന് മുൻപ് താങ്കളൊക്കെ കൃത്യമായിട്ട് അതിന്റെ കണക്കുകൾ കിട്ടും, എന്ത് ആവശ്യത്തിന് ഉപയോഗിച്ചെന്നുള്ളത്. അതുപോലെ അല്ല PMKS. ഇതിനെയും കൂടെ കൂട്ടിക്കുഴയ്ക്കല്ലേ, അത് രണ്ട് തന്നെയാണ്. ഒന്ന്, കൃത്യമായിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് അവൈലബിൾ ആണ്, അത് വെബ്സൈറ്റിൽ അപ്ലോഡഡ് ആണ്. PMKS-നെ കുറിച്ച് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഞാൻ ഇരിക്കുന്ന ഈ BJP പ്രതിനിധിയോട് ഞാൻ ചോദിക്കുകയാണ്, PMKS-ന്റെ സ്റ്റാറ്റസ് എന്താണ്? അതേപറ്റിയൊക്കെ അദ്ദേഹം മറുപടി പറയുന്നതിന് മുമ്പ് അതിനു മുമ്പ് എനിക്ക് റോണി കെ ബേബിയോട് ചില കാര്യങ്ങൾ ചോദിക്കും. ശ്രീ റോണി കെ ബാബി, നേരെ സന്ദീപ് ജി വാര്യർ മുന്നോട്ട് വെച്ച പോലെ ചില വാദഗതികളുണ്ട്. അത് ഒരു പക്ഷപാതമായി പറയുകയല്ല. എന്നാൽ ബാങ്ക് അക്കൗണ്ടിൻ്റെ കാര്യത്തിൽ, ഭാരതത്തിലെ നിർധനരായ ആളുകളുടെ വീട്ടിലെ ശൗചാലയങ്ങളുടെ കാര്യത്തിൽ, റെയിൽവേ മേഖലയിലെ സമഗ്രമായ മാറ്റത്തിൻ്റെ കാര്യത്തിൽ, കണക്ടിവിറ്റി, ഹൈവേ ഉൾപ്പെടെയുള്ള കണക്ടിവിറ്റി നിർമ്മാണത്തിൽ, പ്രത്യേകിച്ച് വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ പലയിടങ്ങളും സ്വാതന്ത്ര്യത്തിന് ശേഷം ആദ്യമായി രണ്ടാമത് റെയിൽവേ സ്റ്റേഷൻ വരുന്നത് ഈ അടുത്ത കാലത്താണ്. അങ്ങനെ അടിസ്ഥാനപരമായ ഇത്തരം കണക്ടിവിറ്റികളിലും കുടിവെള്ള വിതരണം ഉൾപ്പെടെയുള്ള സാധാരണക്കാരെ ബാധിക്കുന്ന പ്രധാന പ്രശ്നങ്ങളുമൊക്കെ സമഗ്രമായ മാറ്റം കൺമുൻപിൽ ഉയർത്തിക്കാട്ടാൻ BJP-ക്ക് കഴിയുമ്പോൾ അതൊക്കെ കണ്ടില്ല എന്ന് നടിച്ച്, അല്ലെങ്കിൽ അത് അത്തരം പദ്ധതികളൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനെ രാഷ്ട്രീയപരമായി മാത്രം എതിർത്ത് മുന്നോട്ട് പോകാൻ കോൺഗ്രസിന് കഴിയുമോ? ഞാൻ ശ്രീ സന്ദീപ് വാര്യര് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ ശ്രദ്ധാപൂർവ്വം കേൾക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ വാദങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ 2014 മുമ്പ് ഈ രാജ്യത്ത് ഒന്നുമില്ലായിരുന്നു, ഈ രാജ്യത്ത് ഒരു വികസനവും ഇല്ലായിരുന്നു, യാതൊരു അടിസ്ഥാന സൗകര്യങ്ങളും ഇല്ലായിരുന്നു, ഈ രാജ്യത്ത് മുഴുവൻ ദാരിദ്ര്യവും പട്ടിണിയും അതുപോലെയുള്ള അവസ്ഥകളായിരുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ വാദമുഖങ്ങളിലൂടെ പിന്നെ ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം പറയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. പക്ഷെ അദ്ദേഹം പിന്നെ മോദി ഗ്യാരണ്ടിയായി അദ്ദേഹം ഇവിടെ നടപ്പാക്കപ്പെട്ട 2 കാര്യങ്ങൾ പറഞ്ഞു. അത് ബഹുമാനപ്പെട്ട ഡോക്ടർ ജയരാജ് അതിനെക്കുറിച്ച് വിശദമായി പറഞ്ഞാൽ അതിലേക്ക് പോകുന്നില്ല. അദ്ദേഹം പറഞ്ഞത് മോദി ഗ്യാരണ്ടിയായി നടപ്പാക്കിയത് ആർട്ടിക്കിൾ 370 ആംബിഷൻ ആർട്ടിക്കിൾ മാത്രം. അതിനപ്പുറത്തേക്ക് എന്താണ് മോദി ഗ്യാരണ്ടിയായി ഈ രാജ്യത്ത് നടപ്പാക്കിയത് എന്നതിനെ കുറിച്ച് അദ്ദേഹം പറയുന്നില്ല. അദ്ദേഹം പറയുന്നത് കഴിഞ്ഞ 10 വർഷം ഈ രാജ്യത്തിന്റെ ഇൻഫ്രാസ്ട്രക്ചറിൽ വലിയ ഡെവലപ്മെന്റ് ഉണ്ടായി. അദ്ദേഹം കുറെ ഉദാഹരണങ്ങൾ പറഞ്ഞു, അല്ലെങ്കിൽ റെയിൽവേയുടെ കാര്യങ്ങളൊക്കെ. നമ്മളൊക്കെ 2014 മുമ്പൊക്കെ ഒരുപാട് ട്രെയിൻ യാത്രകളൊക്കെ നടത്തിയിട്ടുള്ളതാണ്. അതിനകത്ത് എനിക്ക് അങ്ങനെ വലിയ ശുചിമുറിയുടെ കാര്യത്തിൽ വലിയ വ്യത്യാസമൊന്നും ഇപ്പോഴും ഉണ്ടായതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ ഒരു കാര്യം മാത്രം ഞാൻ ബഹുമാനപ്പെട്ട ശ്രീ സന്ദീപിന്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. 2014 മുമ്പ് ഈ ഇന്ത്യ ഗവൺമെന്റിന് കിട്ടിക്കൊണ്ടിരിക്കുന്ന ടാക്സും
2014 ശേഷം കിട്ടിക്കൊണ്ടിരിക്കുന്ന ആ ടാക്സിലൂടെ വരുന്ന വരുമാനത്തിലുള്ള വ്യത്യാസമാണെന്ന് മനസ്സിലാക്കണം. ഈ ഇന്ധന നികുതിയുടെ മാത്രം ഒരു വർഷം ഏകദേശം 6 ലക്ഷം കോടി രൂപയാണ് കേന്ദ്ര സർക്കാരിന് വരുമാനം വരുന്നത്. അത് എന്ന് പറയുന്നത് 2014 മുൻപ് എന്ന് പറയുന്നത് വെറും 60,000 കോടി രൂപയായിരുന്നു. 60,000 കോടിയാണ് എത്ര ഇരട്ടിയായി മാറിയിരിക്കുക. 6 ലക്ഷം കോടി. ഇന്ന് അങ്ങേക്ക് അറിയാൻ മറ്റൊരു കാര്യമുണ്ട്. നമ്മുടെ നാട്ടിൽ GST നടപ്പാക്കി. GSTയുടെ കണക്കുകൾ കേൾക്കുമ്പോൾ നമ്മൾ ഞെട്ടിത്തെറിച്ചു പോവുക. ഓരോ ത്രൈമാസ കണക്ക് പറഞ്ഞാൽ 3 ലക്ഷം 1.5 ലക്ഷം 2 ലക്ഷം കോടിയാണ് കേന്ദ്ര സർക്കാരിലേക്ക് വരുന്ന വരുമാനം എന്ന് പറയുന്നത്. ആ വരുമാനം വെച്ചുകൊണ്ട് അത്രയും ഭീമമായ ഈ ഇന്ധന നികുതി വരുമാനത്തിലൂടെയും അല്ലെ GSTയിലൂടെയും അത്ര ഭീമം, അത് ജനങ്ങൾ പോക്കറ്റ് അടിക്കുകയാണ്. GST എന്ന് പറയുന്നതും ഇന്ധന നികുതി എന്ന് പറയുന്നതും കൃത്യമായി ജനങ്ങൾ പോക്കറ്റ് അടിച്ചുകൊണ്ട് ഇവിടെ വലിയ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കൊണ്ടിരുന്നു. വലിയ ഈ പറയുന്ന ദേശീയപാതകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വരുന്നു. ഞാൻ ഒരു കാര്യം മാത്രം അങ്ങനെ ശ്രദ്ധയിൽ ചൂണ്ടിക്കാണിച്ചുകൊണ്ട്, ഞങ്ങൾ കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും ഒരു സുഹൃത്ത് അദ്ദേഹം ഈ റബ്ബർ ഉൽപ്പന്നങ്ങളുമായി കൽക്കട്ടയിൽ പോയി തിരിച്ചു വന്നപ്പോൾ അദ്ദേഹത്തിന് ഈ പറയുന്ന ടോൾ ഇനത്തിൽ മാത്രം നൽകേണ്ടി വന്നത് 45,000 രൂപയാണ്. ടോൾ ഇനത്തിൽ മാത്രം കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് കൽക്കട്ടയിൽ പോയി അദ്ദേഹത്തിന്റെ ഈ പറയുന്ന ലോറി ട്രക്ക് തിരിച്ചു വന്നപ്പോൾ കൊടുക്കുന്നത്. ഈ പൈസ എല്ലാം ആരുടെ പോക്കറ്റിലേക്കാണ് പോകുന്നത്? ഈ രാജ്യത്തെ വൻകിട കോർപ്പറേറ്റുകൾ. അപ്പം അദ്ദേഹം സന്ദീപ് പിന്നെ ഒരു കാര്യം ഇവിടെ പറഞ്ഞു, കോർപ്പറേറ്റുകളെ മുഴുവൻ പ്രോത്സാഹിപ്പിച്ചത് കോൺഗ്രസ് ആണെന്ന്. ഞാൻ പ്രിയപ്പെട്ട സന്ദീപിനോട് ഒരു കാര്യം ഞാൻ ചൂണ്ടിക്കാണിക്കട്ടെ. ഈ രാജ്യത്ത് കോർപ്പറേറ്റുകളിൽ നിന്ന് മാത്രം പിരിച്ചു കിട്ടുവാനുള്ള നികുതി എത്രയാണെന്ന് അറിയാമോ? അങ്ങ് ഞെട്ടിപ്പോകും. അതിന്റെ കണക്കിട്ട് കഴിഞ്ഞാൽ 2 ട്രില്യൺ, അതായത് 21 ലക്ഷം കോടി രൂപ ഒരു വർഷത്തെ ഇന്ത്യ ഗവൺമെന്റിന്റെ ബഡ്ജറ്റിന് തുല്യമായ തുകയാണ് ഈ രാജ്യത്തെ കോർപ്പറേറ്റുകളിൽ നിന്ന് മാത്രം ഈ സർക്കാർ പിരിച്ചെടുക്കാനുള്ളത്. അതിനുള്ള ആർജവത്തെ സർക്കാർ കാണിക്കുന്നില്ല. അതിനുപോലെ എന്ത് ചെയ്യുക? ഈ പറയുന്ന അദാനി ഉൾപ്പെടെയുള്ള മുഴുവൻ ഈ പറയുന്ന വൻകിട കോർപ്പറേറ്റുകൾ കൃത്യമായി പറയാം. 2014 മൻമോഹൻ സിംഗ് അധികാരത്തിൽ പുറത്തു പോകുമ്പോൾ ഈ രാജ്യത്തെ മൾട്ടി ബില്യനേഴ്സ് എന്ന് പറയുന്നത് 30 പേരായിരുന്നെങ്കിൽ 2024 ഈ രാജ്യത്തെ ശതകോടീശ്വരന്മാരുടെ എണ്ണം എന്ന് പറയുന്നത് 240 അതാണ് ഈ ഗവൺമെന്റിന്റെ ഏറ്റവും വലിയ നേട്ടം എന്ന് പറയുന്നത്. ഈ രാജ്യത്ത് ഇന്ന് നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് സമ്പത്തിന്റെ അസമത്വമാണ്. പിന്നെ ഈ പറയുന്ന സാമ്പത്തികമായ അസമത്വമാണ്. കാരണം ഒരുപാട് പഠനങ്ങൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ CSDSന്റെ സർവേ മാത്രമാണ് ആശ്രയിച്ചാണ് ഞാൻ പറയുന്നത്. അല്ല, ഞാൻ കൃത്യമായി തന്നെ നീതി ആയോഗ് ഞാൻ കൂട്ട് ചെയ്തു. അദ്ദേഹം അത് ശ്രദ്ധിച്ചു എന്നറിയില്ല. നീതി ആയോഗിന്റെ കണക്ക് പറഞ്ഞു, തൊഴിൽ മന്ത്രാലയത്തിന്റെ കണക്ക് പറഞ്ഞു. ഞാൻ ഇവിടെ ചൂണ്ടിക്കാണിച്ച ഒരു കണക്ക് നീതി ആയോഗ് പറയുന്നു, ഇന്ത്യയിലെ ഇപ്പോൾ ഈ പറയുന്ന ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവര് 11.8%. അതെന്ന് പറയുന്നത് 15 കോടിയുള്ളൂ. മോദി ഭരണകൂടത്തിന്റെ കാലത്ത് 24 കോടി 82 ലക്ഷം ആളുകളെ ദാരിദ്ര്യ മുക്തിയിലേക്ക് കൊണ്ടുവന്നു പറയുന്നത്. പക്ഷെ അങ്ങനെയെങ്കിൽ നിങ്ങൾ എന്തിനാണ് ഈ പറയുന്ന 80 കോടി ആളുകൾക്ക് ഈ പറയുന്ന സൗജന്യ ഭക്ഷണം? അല്ലാതെ ഇതിനകത്ത് പിന്നെ കോൺഗ്രസ് പിന്നെ ഈ പറയുന്ന ആളുകൾക്ക് ഈ സൗജന്യമായി ഭക്ഷണദാനം കൊടുക്കുന്നതിനെ എതിർക്കണമെന്നൊന്നും അങ്ങ് പറയരുതേ. കോൺഗ്രസ് ആണ് നിയമം കൊണ്ടുവന്നത്, റൈറ്റ് ഫുഡ് സെക്യൂരിറ്റി ആക്ട്, ഭക്ഷ്യസുരക്ഷ അങ്ങ് പരിശോധിക്കുക. 2013 പാർലമെന്റ് പാസ്സാക്കി പ്രസിഡന്റ് ഒപ്പുവെച്ച ഭക്ഷ്യസുരക്ഷാ നിയമം ഈ രാജ്യത്ത് കൊണ്ടുവന്നത് കോൺഗ്രസ് ആണ്. എന്ന് പറയുന്നത് കോൺഗ്രസിന് കുറെ മുദ്രാവാക്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഗരീബി ഘട്ടാവോ അങ്ങനെ കൃത്യമായി അറിയാം. ഈ രാജ്യത്തെ ഏറ്റവും അധികം ആളുകൾ പട്ടിണിയിൽ നിന്ന് മോചിതരായത് 2004 മുതൽ 2014 വരെ മൻമോഹൻ സിംഗിന്റെ ഭരണകാലത്താ. അങ്ങേക്ക് പരിശോധിക്കാം. നീതി ആയോഗം ഒക്കെ പിന്നെ ഇന്ന് അങ്ങേക്ക് സന്ദീപ് വാര്യറിനൊക്കെ വളരെ എളുപ്പം ഡേറ്റ കിട്ടുമല്ലോ. കാരണം കേന്ദ്ര പിന്നെ ഗവൺമെന്റിന്റെ കീഴിലുള്ള മുഴുവൻ സംവിധാനങ്ങളും നിങ്ങൾക്കുണ്ട്. നിങ്ങൾ ഈ പറയുന്ന കണക്ക് പരിശോധിക്കുക. ഈ ദാരിദ്ര്യവുമായി ബന്ധപ്പെട്ട് അവിടെ ഇന്ത്യക്ക് പുറത്തുള്ള സംഘടനകൾ, ഇന്ത്യ എന്ന് പറയുന്ന 125 രാജ്യങ്ങളിൽ 111 നിൽക്കുന്നു. ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ബോട്ടം ലൈനിലാണ്, പോവർട്ടി ലൈനിൽ നമ്മൾ നിൽക്കുന്നു പറയുമ്പോൾ നിങ്ങൾ പറയുന്നു അത് ഇവര് ഇന്ത്യയുടെ ഖ്യാതിയെ അവമതിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഇന്ത്യയുടെ യശസ്സിനെ തകർക്കുന്നതിന് വേണ്ടിയിട്ടാണ്. പക്ഷെ യാഥാർത്ഥ്യം എന്താ? 80 കോടി ആളുകൾക്ക് നിങ്ങൾ ഭക്ഷ്യദാനം കൊടുക്കാൻ വേണ്ടി നിങ്ങൾ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ അതിലൂടെ അഡ്മിറ്റ് ചെയ്യുന്നത് ഈ രാജ്യത്ത് 80 കോടി ആളുകൾ ഇന്ന് ഈ പറയുന്ന ദാരിദ്ര്യരേഖയ്ക്ക് താഴെയാണ്. 80 കോടി എന്ന് പറയുന്നത് എത്രയാ? ഇന്ത്യൻ ജനസംഖ്യയുടെ 50% മുകളിലേക്ക് വരികയാണ് ഈ രാജ്യത്ത് ഇന്ന് ദാരിദ്ര്യരേഖയ്ക്ക് താഴെ നിൽക്കുന്നവര്. അതാണ് നിങ്ങളുടെ കഴിഞ്ഞ 10 വർഷത്തെ പിന്നെ നേട്ടം എന്ന് പറയുന്നത്. ഇന്ന് ഇതെന്ന് പറഞ്ഞ യാഥാർത്ഥ്യം. ഞാൻ പറഞ്ഞല്ലോ, ഈ വൈകാരിക വിഷയങ്ങൾ ഇന്നും പിന്നെ ഈ പ്രകടന പത്രിക ഉൾപ്പെടെ പിന്നെ കഴിഞ്ഞ ഒരാഴ്ചത്തെ മാത്രം പ്രധാനമന്ത്രിയുടെ ക്യാമ്പയിൻ നിങ്ങൾ ശ്രദ്ധിക്കുക. അദ്ദേഹത്തിന്റെ വികസന നേട്ടങ്ങളെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? അദ്ദേഹം ഇന്ന് പറയുന്നു ഈ രാജ്യത്ത് ഏക സിവിൽ കോഡ് നടപ്പാക്കും. അദ്ദേഹം ഇന്നലെ കാശ്മീരിൽ നിന്നുകൊണ്ട് പറയുന്നു പ്രതിപക്ഷ നേതാക്കളെല്ലാം മട്ടൻ കഴിക്കുന്നു, ബീഫ് കഴിക്കുന്നു, അവർ ചിക്കൻ കഴിക്കുന്നു, ഫിഷ് കഴിക്കുന്നു. അതാണോ ഈ രാജ്യത്തെ യഥാർത്ഥ പ്രശ്നം എന്ന് പറയുന്നത്? നിങ്ങൾ രാജ്യത്തെ അല്ല, അദ്ദേഹം പറഞ്ഞതിലൊരു വ്യക്തത കൂടിയുണ്ട് ശ്രീ റോണിക്ക്. അദ്ദേഹം പറഞ്ഞത് നവരാത്രി പോലെയുള്ള ആഘോഷങ്ങൾ അവിടെ നടക്കുമ്പോൾ മറ്റ് ഭൂരിപക്ഷ സമുദായത്തിന്റെ വികാരത്തെ മാനിക്കാതെ ഇത് ചെയ്യുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്.
അല്ല ഞാൻ പറയുന്നത് അങ്ങനെയെങ്കിൽ അതൊക്കെ എന്ത് വികസന നേട്ടങ്ങളെ കുറിച്ച് എന്താണ് അദ്ദേഹം സംസാരിക്കുന്നത്? അതൊക്കെ ഈ മോദി ഗ്യാരണ്ടി എന്ന് പറയാതെ സ്പെസിഫിക് ആയി, അല്ലെങ്കിൽ എന്റെ ഗവൺമെന്റ് കഴിഞ്ഞ 10 വർഷം ഈ രാമക്ഷേത്ര നിർമ്മാണമോ അല്ലെങ്കിൽ ആർട്ടിക്കിൾ 370 അല്ലാതെ ഈ രാജ്യം, നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് വെൽഫെയർ സ്റ്റേറ്റ് ആണ്, നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് ക്ഷേമരാഷ്ട്രമാണ്. 47 സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ, ഞാൻ അതിന്റെ ചരിത്രത്തിലേക്ക് പോകുന്നില്ല, സന്ദീപ് വാര്യർക്ക് അറിയാം, 40കളിൽ ഉണ്ടായ ദ ഗ്രേറ്റ് ബംഗാൾ ഫമീൻ, ലക്ഷങ്ങളാണ് ഈ രാജ്യത്ത് പട്ടിണി കിടന്ന് മരിച്ചത്. അവിടെ നിന്നാണ് നമ്മൾ ഈ രാജ്യത്തെ ക്ഷേമരാഷ്ട്രത്തിലൂടെ, ഹരിത വിപ്ലവത്തിലൂടെ ഒക്കെ നമ്മൾ ഈ രാജ്യത്തെ കൈപിടിച്ച് മുന്നോട്ട് കൊണ്ടുവന്ന് ഇവിടെ എത്തിയിരിക്കുന്നത്. ഇന്ന് ചരിത്രത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക അസമത്വത്തിലൂടെയാണ് ഈ രാജ്യം കടന്നു പോകുന്നത്. തോമസ് പിക്കറ്റിയെ പോലെയുള്ള സാമ്പത്തിക ചിന്തകന്മാർ അദ്ദേഹത്തിന്റെ ക്യാപിറ്റൽ എന്ന പുസ്തകത്തിൽ ഇന്ന് ഈ രാജ്യത്തിന്റെ 74% സമ്പത്ത് ഇത് റിസർവ് ബാങ്ക് അഡ്മിറ്റ് ചെയ്തതാണ്, നീതി ആയോഗ് അഡ്മിറ്റ് ചെയ്തതാണ്. അല്ലാതെ ഇവിടെ ഒരു കോൺഗ്രസിന്റെ ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്ന് കിട്ടിയ ഡാറ്റയല്ല. ഈ രാജ്യത്തിന് 74% സമ്പത്ത് എന്ന് പറയുന്നത് 10% ആളുകളിലേക്ക് താഴെ, 10% താഴെ മാത്രം ആളുകളിലേക്ക് എത്തിരിക്കുക. ഇതാണ് ഈ രാജ്യത്തിന്റെ യഥാർത്ഥ വിഷയം എന്ന് പറയുന്നത്. ഈ 3 വിഷയങ്ങൾ, ഒന്ന് അൺഎംപ്ലോയ്മെന്റ്, 2 പോവർട്ടി, 3 ഇൻഫ്ലേഷൻ, ഈ 3 വിഷയം അതിനെക്കുറിച്ച് പിന്നെ BJPയുടെ വക്താവ് അതിനെക്കുറിച്ച് ക്ലാരിഫൈ ചെയ്യുക. ഈ 3 വിഷയങ്ങളിൽ എന്ത് സങ്കല്പ പത്രത്തിൽ അല്ലെങ്കിൽ എന്ത് വാഗ്ദാനമാണ് BJPയുടെ പ്രകടന പത്രത്തിൽ കാര്യം? ഈ പറയുന്നത് 15 ലക്ഷം പിന്നെ കാര്യം പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട അവതാരകൻ ഡോക്ടർ ജയരാജൻ എന്ന് പറയുന്ന അസംബ്ലി അതിലേക്ക് പോകുന്നില്ല. വർഷം 2 കോടി തൊഴിലവസരം കൊടുക്കുമെന്ന് വാഗ്ദാനം ചെയ്താരാ? നിങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാ. എന്നിട്ട് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ പറഞ്ഞത് എന്താണെന്ന് അറിയാം? 4 കോടി ആളുകൾക്ക് ഈ കറൻസി പിൻവലിക്കലിന് ശേഷം തൊഴിൽ നഷ്ടപ്പെട്ടു. ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ പ്രസിഡന്റിനെ, വൈസ് പ്രസിഡന്റിനെ നിങ്ങൾ പുറത്താക്കി, അവർ രാജിവെച്ച് സാഹചര്യം ഉണ്ടായി. അപ്പോൾ ഈ രാജ്യത്തിന്റെ യഥാർത്ഥ വിഷയം അവിടെയാണ് കോൺഗ്രസ് ന്യായ പത്രിക. നിങ്ങൾ സങ്കല്പമാണെങ്കിൽ ഞങ്ങൾ ന്യായമാണ്, ഈ ന്യായ സങ്കല്പം ജസ്റ്റിസ് ആണ്, ഇക്വാളിറ്റി ആണ് ഞങ്ങൾക്ക് മുന്നോട്ട് വയ്ക്കാനുള്ളത് എന്നാണ് എനിക്ക് ഇവിടെ പറയാനുള്ളത്. ശരി.